ഈ പഞ്ചായത്തിൽ കൃത്യമായി നടപ്പിലാക്കാൻ വേണ്ടി ശ്രമിക്കുന്നില്ല. രാത്രിയായി കഴിഞ്ഞാൽ സ്ട്രീറ്റ് ലൈറ്റുകൾ കത്തിക്കാൻ പോലും ഗതിയില്ലാത്ത ഒരു സർക്കാരല്ലേ ഇന്ന് കേരളം ഭരിക്കുന്നത്? അതിന്റെ ഭാഗമല്ലേ ഈ പഞ്ചായത്ത്? സ്ട്രീറ്റ് ലൈറ്റുകൾ തെളിയുന്നില്ല. ഇന്ത്യയിലെ വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കാൻ വേണ്ടിയിട്ടാണ് പ്രധാനമന്ത്രി ആവാസ് യോജന പ്രകാരം 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടുള്ളത്. അതിൽ പകുതി സംസ്ഥാന സർക്കാരും, അതായത് 25% ഗ്രാമപഞ്ചായത്ത്, ബാക്കി ബ്ലോക്ക് പഞ്ചായത്ത്, ജില്ലാ പഞ്ചായത്ത്, അതേപോലെ സംസ്ഥാന സർക്കാർ. നിങ്ങൾ 4 കൂട്ടരും കൂടി 50% തുക കൊടുക്കാൻ പറയണത്. ബാക്കി 50% കേന്ദ്ര സർക്കാർ കൃത്യമായിട്ട് അനുവദിച്ചിട്ടുണ്ട് ഈ പഞ്ചായത്തിന് വേണ്ടിയിട്ടാണ്. ഇന്ത്യയിലുള്ള എല്ലാ പഞ്ചായത്തുകളിലും നടപ്പിലാക്കുന്നു. കേരളത്തിൽ മാത്രം അതിനെ അട്ടിമറിച്ചിട്ട് ലൈഫ് എന്നുള്ള പേരില് നമ്മൾ കണ്ടില്ലേ, ലൈഫ് പദ്ധതിയുടെ ഗുണങ്ങളെ കുറിച്ചൊക്കെ കണ്ടില്ലേ? ആരാ അവസാനം അത് പെണ്ണ് കേസിലായെത്തിയത്? ആരുടെ? ശിവശങ്കറിനും മറ്റുള്ളവരും സരിമ അല്ലേ? ലൈഫില് കോടിക്കണക്കിനല്ലേ യവന്മാരെ കണ്ടുപിടിച്ചത്? സ്വപ്ന സുരേഷ് മറ്റത് ആദ്യത്തെ അല്ലേ? അത് കാരണം ഈ കഴിഞ്ഞ 20 വർഷമായിട്ട് കേരളത്തില് ഇടതിനും വലതിനും പെണ്ണുപിടിച്ച കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഇവിടുത്തെ പാവപ്പെട്ട ആളുകൾക്ക് വീട് കൊടുക്കാൻ വേണ്ടിയിട്ട് എന്താ നിങ്ങളുടെ പദ്ധതി എന്ന് ചോദിച്ചാല് കേന്ദ്രം കൃത്യമായിട്ട് ഇവിടെ ഇന്ത്യയിലെ ജനങ്ങൾക്ക് അനുവദിച്ചിട്ട് അത് നടപ്പിലാക്കാൻ പോലും ഈ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി ഭരിക്കുന്ന ഈ പഞ്ചായത്തിലോ കേരളത്തിലോ തയ്യാറാകുന്നില്ല. ഞങ്ങൾ 4 ലക്ഷം രൂപ അനുവദിച്ചിട്ടില്ലേ? അപ്പോ പറയണമെന്നറിയോ? മുഴുവൻ നിങ്ങൾ തന്നില്ല. പിന്നെ എന്തിനാ നിങ്ങളുടെ ആവശ്യം? നിങ്ങളോട് പഞ്ചായത്തിനോട് 25%, ബാക്കി നിങ്ങൾ 3 ഘടകങ്ങളിലേക്ക് കൊടുക്കാനല്ലേ പറഞ്ഞത്? അതിന് പോലും പിച്ചച്ചട്ടിയുമായിട്ട് കേന്ദ്ര സർക്കാരിന്റെ മുന്നിൽ വന്ന് കെഞ്ചി നിൽക്കുന്ന പിച്ചുപാത്രവുമായിട്ട് വന്ന് നിൽക്കുന്ന പിണറായി വിജയനെ ഡൽഹിയിൽ നമുക്ക് കാണാൻ കഴിയുന്നത്. ഇവിടെ ശമ്പളം കൊടുക്കാൻ പറയില്ല. പിന്നെ കേൾക്കുന്ന ഇരുന്നിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരുണ്ട്. പിന്നെ കേന്ദ്ര സർവീസിലുള്ള ഉദ്യോഗസ്ഥന്മാർക്ക് DA കുടിശ്ശിക കൊടുക്കാനുണ്ടോ? എന്നാലും ഇവർ വിളിക്കുന്ന ചോദ്യം പറയുമ്പോൾ മോഡി മൂർദാബാ, മോഡി രാജിവെക്കണമെന്ന. കാരണം എന്താ? മുഴുവൻ ആൾക്കാർക്കും സർക്കാർ ജീവനക്കാർക്കും DA കുടിശ്ശിക കൊടുത്തു. അതാ ഞങ്ങൾ ചെയ്ത കുഴപ്പം. ഇവിടെ ഇരിക്കുന്ന പഞ്ചായത്തിലെ ഉദ്യോഗസ്ഥന്മാരിലെ 80% ആരാ? LDF അല്ലെങ്കിൽ കോൺഗ്രസിന്റെ ആൾക്കാരാ. 21%, അതായത് ഇവിടെ ഇരിക്കുന്ന സീനിയർ ആയിട്ടുള്ള ഒരു ഉദ്യോഗസ്ഥന് പ്രതിമാസം 20,000 രൂപയാണ് നഷ്ടപ്പെടുത്തിക്കൊണ്ടിരിക്കുന്നത് ഈ പിണറായി വിജയന്റെ സർക്കാർ. അത്രമാത്രം ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്ന ഒരലമ്മ പാർട്ടിയാണ് ഇന്ന് കേരളം ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. എവിടെയാ പറഞ്ഞത്? എന്ന് പറഞ്ഞാലും പറയും കേന്ദ്രം തരണം. പിന്നെ നിങ്ങളുടെ ആവശ്യം എന്താ? ഞങ്ങൾ തന്നാ പോരെ? ഞങ്ങളങ്ങ് ഭരിക്കില്ലേ? നിങ്ങളുടെ ആവശ്യം എന്താ? നിങ്ങളോട് ഞങ്ങൾ പറഞ്ഞു, നിങ്ങൾ ഇന്ത്യയിലുള്ള മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം. അതിനുവേണ്ടി പ്രധാനമന്ത്രി ആവാസ് യോജന, അതിനെ നിങ്ങൾ അട്ടിമറിച്ചില്ലേ? കേരളത്തിൽ ഈ പഞ്ചായത്തിൽ കഴിഞ്ഞ 5 വർഷമായിട്ട് ഈ ഇടതുപക്ഷം ഭരിക്കുന്ന ഈ പഞ്ചായത്ത് എത്ര വീടുകളാണ് അനുവദിച്ചിട്ടുള്ളത്? ബാക്കി എല്ലാ സംസ്ഥാനങ്ങളിലും നടപ്പിലാക്കിയില്ലേ? ഇവർക്ക് ആവശ്യമെന്ന് പറയുന്നത് ജനങ്ങൾക്കുള്ള കിടപ്പാടമല്ല, BJPയുടെ അടിസ്ഥാന ആശയമാണ് ഏകാത്മ മാനവ ദർശനം. അതിന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്, മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കുക, എല്ലാവർക്കും വിദ്യാഭ്യാസം, എല്ലാവർക്കും ആരോഗ്യം, സൗജന്യവും സാർവത്രികവുമായിട്ടുള്ള ആരോഗ്യ സംരക്ഷണം. ഇതാണ് BJPയുടെ മുഖമുദ്ര. ഞങ്ങൾ അത് നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പ്രധാനമന്ത്രി ആവാസ് യോജന ഇന്ത്യയിൽ നടപ്പിലാക്കിയത്. കേരളത്തിൽ അതിനെ അട്ടിമറിച്ചു. ജനങ്ങൾക്ക് അത് ലഭിക്കുന്നില്ല. 4 ലക്ഷം രൂപ വെച്ച് ഈ പാവപ്പെട്ട ആളുകൾക്ക്, അവൻ ക്രിസ്ത്യാനിയാവട്ടെ, മുസ്ലിം ആവട്ടെ, ഹിന്ദു ആവട്ടെ, അവർക്കൊരു കിടപ്പാടം വേണ്ടേ? നിങ്ങൾ കമ്മ്യൂണിസ്റ്റ് ആകട്ടെ, കോൺഗ്രസോ BJPയോ എന്തോ ആകട്ടെ, പാവപ്പെട്ടവനൊരു വീട് വേണ്ടേ? അതിനാ നരേന്ദ്രമോദി പ്രഖ്യാപിച്ചത്. വെറുതെ പിണറായി പ്രഖ്യാപിക്കും പോലെയല്ല. കോടിക്കണക്കിന് രൂപ അതിലേക്ക് വേണ്ടി അനുവദിച്ചു. കേരളത്തിന് വേണ്ടി ഫണ്ട് മാറ്റിവെച്ചിട്ടുണ്ട്. പക്ഷേ ഇവർ അത് സ്വീകരിക്കുന്നില്ല. പ്രധാനമന്ത്രി ആവാസ് യോജന യോജിച്ചില്ല. അതുകൊണ്ട് ലൈഫ് ഒന്നാക്കി. കാരണം എന്താ?
പിണറായിയുടെ ഒരു ലൈഫായിട്ട് മാറിയിരിക്കുക. എന്താ ഈ പ്രധാനമന്ത്രി ആവാസ് യോജന? ഇത് ഈ പഞ്ചായത്ത് അട്ടിമറിച്ചില്ലേ? ഇവിടെ എത്ര പേരുടെ ലിസ്റ്റാണ് തയ്യാറാക്കിയിരിക്കുന്നത്? 165, 365. എത്ര വർഷമായി വീട് അനുവദിച്ചിട്ട്? 4 വർഷം കൊണ്ട് ഈ ഭിക്ഷാപാത്രവുമായിട്ട് നിൽക്കുന്ന ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി 365 വീടില്ലാത്ത ആൾക്കാരുടെ അപേക്ഷ കിട്ടിയിട്ട് വെറും 36 എണ്ണമാണ് കൊടുത്തിട്ടുള്ളത്. നാണമില്ലാതെ വീണ്ടും കമ്മ്യൂണിസ്റ്റ് എന്ന് പറഞ്ഞു നടക്കാൻ. എന്താ പറഞ്ഞത്? നഷ്ടപ്പെടുവാനില്ലെന്നും കിട്ടാനുള്ളതോ പുതിയ ലോകം, മധുര മനോഹര മനോജ ചൈനയൊക്കെ പണ്ടുപാടി ഇപ്പോഴും മുട്ടിച്ചിട്ടിരിക്കുകയാണ് ആകാശത്തേക്ക്. ആരായി സഹാക്കന്മാര്? ഇപ്പോഴെന്താ അവസ്ഥ? കിട്ടാനുള്ളതോ കോടികളുടെയാണ്. ആർക്കാ? പിണറായിയുടെയും മരുമോനും മോക്കുമൊക്കെ. ഇവിടത്തെ വീടില്ലാത്ത സഖാവ്, ഇവിടത്തെ CIT-കാരൻ, ഇവിടത്തെ ഒരു ചുമട്ടുതൊഴിലാളി, ഇവിടത്തെ ഒരു ഓട്ടോറിക്ഷക്കാരൻ, അവന് വീടില്ലെങ്കിൽ ഇവിടത്തെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ? പക്ഷെ ഞങ്ങൾക്ക് വേദനയുണ്ട്. അതുകൊണ്ടാണ് ഞങ്ങൾ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ വന്ന് ഇവിടത്തെ അധികാരികളോട് പറയുന്നത്, ഈ പഞ്ചായത്തിൽ ഇപ്പോൾ 365 അപേക്ഷകരുണ്ട്. എല്ലാവർക്കും നിങ്ങൾ എത്രയും പെട്ടെന്ന് വീട് അനുവദിക്കണം. അല്ല എങ്കിൽ ഈ വീടിന് വേണ്ടി അപേക്ഷ കൊടുത്തിട്ടുള്ള 365 പേരും യവന്മാരെ പുറത്തിറങ്ങാൻ കഴിയാത്ത രീതിയിൽ ഇവിടെ പൂട്ടിയിടാൻ വേണ്ടിയിട്ട് ഇവിടുത്തെ സാധാരണക്കാരായ ജനങ്ങൾ തയ്യാറാകും. ഒരു സംശയവും വേണ്ട. ഞങ്ങൾ വിചാരിച്ചാൽ ഇതിലൊരു 300 പേര് വരില്ലേ? ഇവർക്ക് ഇവിടുന്ന് വെളിയിറങ്ങാൻ പറ്റുമോ? മൂത്രം ഒഴിക്കാൻ ഞങ്ങളുടെ ആൾക്കാർ സമ്മതിക്കില്ല. സംശയമൊന്നും വേണ്ട. ഇപ്പൊ പുതിയ അപേക്ഷ എടുക്കുന്നുണ്ടോ? ആവാസ് യോജന പ്രകാരം എപ്പോഴും വേണോ അപേക്ഷ കൊടുക്കാവുന്ന. പക്ഷെ കേരളത്തിൽ ഇപ്പൊ അപേക്ഷ എടുക്കില്ല. എന്നിട്ട് മറ്റേ അക്ഷയ വഴി എടുക്കുള്ളൂ. എപ്പോഴാണ് എടുക്കുമെന്ന് ചോദിച്ചാൽ പഞ്ചായത്ത് മെമ്പറിനോട് ചോദിച്ചാൽ ഇവിടുത്തെ പ്രസിഡന്റിനോട് എപ്പോഴാണ് ലൈഫിൽ അപേക്ഷ കൊടുക്കേണ്ടത് അയാൾക്കറിയില്ല. മെമ്പർമാർക്കോ അറിയില്ല. ഇവിടെ ഒരു ഉദ്യോഗസ്ഥനുണ്ട്, സെക്രട്ടറി, അയാൾക്കറിയോ? അയാൾക്കും അറിയില്ല. പിന്നെ നിങ്ങൾ എന്തിനാ ഇവിടെ ശമ്പളം വാങ്ങിക്കുന്നത്? ഇത് നടപ്പിലാക്കണ്ടേ? ഇന്ത്യൻ സർക്കാർ നടപ്പിലാക്കിയതല്ലേ ഈ പദ്ധതി? അതോ നരേന്ദ്രമോദി പാവപ്പെട്ടവർക്ക് വീട് വെച്ച് കൊടുക്കാമെന്ന് പറഞ്ഞാൽ അത് വേണ്ട എന്നാണോ നിങ്ങൾ ആഗ്രഹിക്കുന്നത്? അങ്ങനെ ഈ കിഴിവിലം പഞ്ചായത്തിലോ പാവപ്പെട്ട ആൾക്കാരുടെ അപേക്ഷ ഉണ്ടായിരുന്നിട്ട് അവർക്ക് വീട് അനുവദിക്കുവാൻ ഇവിടുത്തെ പഞ്ചായത്ത് ഭരണോപസമിതി മൃഗീയമായ ഭൂരിപക്ഷത്തിൽ അവരുടെ ഭരിക്കുന്നത് തയ്യാറാകുന്നില്ല. പാവപ്പെട്ടവർ ഡെയിലി ഇറങ്ങിക്കേറുകയാണ്. ഫ്രണ്ട് ഓഫീസിൽ ചോദിച്ചാലോ അറിയില്ല. എന്റെ പേര് എത്രാമത് അറിയില്ല. ഒരു ചുക്കും ചുണ്ണാമ്പും അറിയില്ല ആളുകൾക്ക്. എന്നിട്ടോ വിളിക്കും, ലിസ്റ്റിൽ പേരുണ്ട്. അപ്പോ പറയും ഗ്രാമസഭ സമ്മതിച്ചില്ല. ഗ്രാമസഭയിൽ പേര് അംഗീകരിച്ചാൽ പോലും ഇതിന്റെ ഏറ്റിരിക്കുന്ന ഭരണാധികാരികൾ വന്ന മെമ്പർമാരുടെ ഇഷ്ടപ്രകാരം സഹാക്കന്മാരുടെ പേര് മാത്രം ആദ്യം എത്തിക്കും. രാഷ്ട്രീയം ഇല്ലാത്തവർക്കോ വീട് കിട്ടില്ല. ലിസ്റ്റിൽ പേരുണ്ടോ? BJP ആണോ? കൊടുക്കില്ല. കോൺഗ്രസ് ആണോ? വീട് കിട്ടില്ല. ഞങ്ങൾ പറഞ്ഞതെന്ന്, നിങ്ങൾ കോൺഗ്രസോ കമ്മ്യൂണിസ്റ്റോ BJPയോ എന്താകട്ടെ, വീടില്ലാത്ത മുഴുവൻ ആളുകൾക്കും വീട് കൊടുക്കണം. ഞങ്ങൾക്ക് ഇതിലൊന്നും രാഷ്ട്രീയമില്ല. ഞങ്ങളുടെ മെമ്പർമാരുണ്ട് 2 പേര്. അവരവരുടെ വാർഡുകളില് പദ്ധതി നടപ്പിലാക്കുന്നുണ്ട്. എന്താ BJPക്കാർക്ക് മാത്രമാണോ? സഹാക്കന്മാര് ചെയ്യും പോലെയാണോ ഞങ്ങളുടെ മെമ്പർമാര് ചെയ്യുന്നത്? എല്ലാവർക്കും ആനുകൂല്യം വിതരണം ചെയ്യുന്നില്ലേ? ഇവരെ പോലെ കട്ടുമുടിക്കുന്നുണ്ടോ? കൈക്കൂലി മേടിക്കുന്നുണ്ടോ BJPയുടെ മെമ്പർമാര്? മുമ്പ് വീട് സാർവത്രികമായിട്ട് നരേന്ദ്രമോദി സർക്കാർ വന്ന സമയത്ത് കേരളത്തിൽ അനുവദിച്ചു. അന്നെന്താ? സഹാക്കന്മാർക്ക് 4 ലക്ഷം രൂപ കിട്ടിയാൽ 50,000 രൂപ കൈക്കൂലി കൊടുക്കണം. ആർക്കാ? മെമ്പർമാർക്ക്. ഇപ്പോഴാണ് BJPയുടെ ആൾക്കാർ ജയിച്ചു വന്നത്. നമ്മുടെ മെമ്പർമാര് ഒരു നയ പൈസ പോലും കൈക്കൂലി മേടിക്കില്ല. എന്നെ കേൾക്കുന്ന ആൾക്കാർക്ക് കാണും, ഇങ്ങനത്തെ കോഴി അനുവദിച്ചാൽ പോലും കൈക്കൂലി മേടിച്ച മെമ്പർമാരുടെ ഇല്ലേ? ഇല്ലേ? കിണർ അനുവദിച്ചതിന് വാങ്ങിച്ചിട്ടില്ലേ?
എന്ത് ആനുകൂല്യം വേണോ അതിനെല്ലാം കൈക്കൂലി. ഇത് മനസ്സിലാക്കിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ ഇപ്പോൾ കർഷകർക്ക് ഒരു പദ്ധതി പ്രഖ്യാപിച്ചു. കാരണം നേരിട്ട് ഓൺലൈനായിട്ട് ഡൽഹിക്ക് അയക്കുക. എന്താ 6000 രൂപ പ്രതിവർഷം. ആർക്കാ? പാവപ്പെട്ട കർഷകർക്ക്. 1 സെന്റ് ഉള്ളവൻ, 2 സെന്റ് ഉള്ള ആള്, അവർക്കൊരു 15 കോഴി വളർത്താൻ, അവർക്കൊരു 5 കൂട് വാഴ വയ്ക്കാൻ വേണ്ടിയിട്ട് ചെറിയൊരു വരുമാനം കിട്ടട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് നരേന്ദ്രമോദി സർക്കാർ പ്രതിവർഷം 6000 രൂപ അനുവദിച്ചു. ആർക്കാ? കർഷകർക്ക്. എങ്ങനെയാ അനുവദിച്ചത്? അതിവിടുത്തെ സഹാക്കന്മാർക്ക് സഹിച്ചില്ല, കോൺഗ്രസുകാർക്ക് സഹിച്ചില്ല. കാരണം എന്താ അറിയോ? അവരുടെ പഞ്ചായത്ത് മെമ്പർമാര്, യൂണിയൻ ഉദ്യോഗസ്ഥന്മാർ, ആരാ കൃഷിഭവനിൽ ഇരിക്കുന്നത് കൈക്കൂലി മേടിക്കണ്ടേ? പണ്ടാണെങ്കിൽ 2000 രൂപ കർഷകർ കൊടുത്തു കഴിഞ്ഞാല് അത് 1000 രൂപയെ യവന്മാരെല്ലാം കൂടെ കൈക്കൂലി വാങ്ങിക്കും. കഴിഞ്ഞ ദിവസം ഒരു സഖാവിരുന്ന് വിളിക്കുന്നുണ്ട്, റവന്യൂല്ല അല്ലെ, 50,000 രൂപയെ ഞാൻ പെട്ടുപോയി സാറേ എന്ന ആരാ ഉദ്യോഗസ്ഥന്മാർ പിടിച്ചപ്പോ ആന്റി കറപ്ഷൻ പിടിച്ചു. ഇത് മനസ്സിലാക്കിയിട്ടാണ് നരേന്ദ്രമോദി സർക്കാർ തീരുമാനിച്ചു കർഷകന്റെ അക്കൗണ്ടിലേക്ക് നേരിട്ട് പോകുക പൈസ. എന്നിട്ടും പറ്റിക്കുകയാണ്. അവിടെയും കൈയിട്ട് വരുന്നു. ഇങ്ങനെയറിയോ? ഇത് കൊടുക്കാനൊന്നും ആരോടും പറഞ്ഞിട്ടില്ല. മെമ്പർമാര് വീട്ടിൽ വരും, എന്നിട്ട് പറയും 50 രൂപയോ 100 രൂപയായിട്ട് കൃഷിഭവന് പോകാനാ പറയണത് അല്ലേ? അങ്ങനെ പറഞ്ഞില്ലേ? 100 രൂപ അടയ്ക്കണം. ഇതിനെന്നറിയോ? യവന്മാര് വിചാരിച്ചാൽ നടക്കൂല. അതുകൊണ്ട് നരേന്ദ്രമോദിയുടെ അവതാരത്തില് സംസ്ഥാന സർക്കാർ കൃഷി വകുപ്പ് ഇറക്കുന്ന എന്താ പേര്? കേരളം കർഷകർ. അതിനു വേണ്ടിയിട്ടുള്ള വരി ആരെയുന്ന നരേന്ദ്രമോദി കൊടുക്കുന്ന 2000 രൂപയിൽ നിന്ന് കർഷകരിൽ നിന്ന് വർഷം തോറും കൊണ്ടുകൊടുക്കാൻ പറയും കൃഷിഭവനിലെ ഉദ്യോഗസ്ഥന്മാര്. ആരാ? ഭരണം വകുപ്പ്. വലിയ ആദർശവാന്മാരാണ്. കർഷക തൊഴിലാളികൾക്ക് വേണ്ടിയിട്ട് അട്ടരാടുന്ന പാർട്ടിയാണ് ആര്? CPI. അവരുടെ വകുപ്പാണ്. അവരും ഈ നരേന്ദ്രമോദി കൊടുക്കുന്നത് നേരിട്ട് കൈക്കൂലി വാങ്ങിക്കാൻ പറ്റിയില്ല. കൃഷിഭവനിൽ പോയിരുന്നെങ്കിലോ കൈക്കൂലി മേടിക്കാം. അതുകൊണ്ട് കൃത്യമായിട്ട് കർഷകരുടെ കയ്യിൽ 6000 രൂപ എത്തുന്നുണ്ട്. പഞ്ചായത്തിന് ഏൽപ്പിച്ചെങ്കിലോ എന്തായിരിക്കും അവസ്ഥ? കൃഷിഭവനെ ഏൽപ്പിച്ചെങ്കിലോ കർഷകർക്ക് പൈസ കിട്ടുമോ? നേരെ കിട്ടില്ല എന്നുള്ളതാണ്. ഞങ്ങൾ പറയുന്നത് സത്യമാണെങ്കിൽ നിങ്ങൾ അംഗീകരിക്കുക. ഞങ്ങൾ കള്ളം പറയാറില്ല. നിങ്ങൾ അനുഭവിച്ച കാര്യങ്ങളെ ഞങ്ങളിവിടെ വിളിച്ചു പറയുന്നത്. കാരണം ഇവിടുത്തെ ജനങ്ങൾക്ക് വേണ്ടിയിട്ട് BJP ശബ്ദിച്ചതിന്റെ ഭാഗമായിട്ടാണ് BJP ഇന്ന് കേരളത്തിൽ വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ വളർന്നു എന്ന് പറയുന്നില്ല, ഞങ്ങൾ വളർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ ചോദിക്കും, നിങ്ങൾക്ക് എത്രയാ MLA? ഞങ്ങൾക്ക് MLA ഇല്ല. MP എത്രയാ? ഒരാളാ ഉള്ളത്, അതിപ്പോഴാ കിട്ടിയത്. നിങ്ങൾക്ക് എത്ര മെമ്പറാണുള്ളത്? വളരെ കുറവാണ്. നിങ്ങൾക്ക് എത്ര പഞ്ചായത്താണ് നിങ്ങൾ ഭരിക്കുന്നത്? വളരെ കുറച്ചാണ്. നിങ്ങൾ ഒരുപാട് ഭരിക്കുന്നുണ്ട്. പക്ഷേ നിങ്ങളെക്കാൾ എല്ലാ ബൂത്തിലും പ്രവർത്തനമുള്ള പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ ചോദിച്ചിട്ടില്ലേ നിങ്ങൾ വളരുന്നുണ്ടോ? BJP തകരുന്നു എന്നാണ് പറയുന്നത്. ഇപ്പോ ഇവിടെ പാലക്കാട് തെരഞ്ഞെടുപ്പ് പറഞ്ഞു. ചർച്ച എന്താ? BJP തോറ്റു. ഇത് ഞങ്ങളുടെ സീറ്റാണ്, BJPയുടെ സീറ്റാണോ? ഞങ്ങളൊന്നുമില്ലാത്ത പാർട്ടിയല്ലേ? നിങ്ങൾക്കറിയോ ഈ തിരുവനന്തപുരം ജില്ലയില് BJPയുടെ ആദ്യ രൂപമായിട്ടുള്ള ഭാരതീയ ജനസംഘം ഒന്നാമത്തെ തെരഞ്ഞെടുപ്പിൽ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ മത്സരിക്കുമ്പോൾ 352 വോട്ടായിരുന്നു ഞങ്ങൾക്ക്. വെറും 352 വോട്ട് ഈ തിരുവനന്തപുരം ജില്ലയില്. ഞങ്ങൾ പുറകോട്ട് പോയില്ല. നിങ്ങൾ ഞങ്ങളെ പരിഹസിച്ചു. ഞങ്ങളുടെ സംഘത്തിന്റെ ശാഖയിൽ പോകുന്ന വീട്ടുകാരെ ആക്രമിക്കാൻ തയ്യാറായി. അവർക്ക് നിങ്ങൾ വീട് കൊടുത്തില്ല, അല്ലെങ്കിൽ ആട് കൊടുത്തില്ല, കോഴി കൊടുത്തില്ല. എന്തിന്റെ പേരില്? അവരുടെ മകൻ RSSന്റെ ശാഖയിൽ പോയി എന്നുള്ളതിന്റെ പേരില്. എന്നിട്ട് ഞങ്ങൾ വളർന്നു. ഇന്നത്തെ അവസ്ഥ എന്താ? സഹാക്കന്മാര് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികളായിട്ട് ചെങ്കൊടി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്ന സഹാക്കന്മാര് ഒന്ന് ആലോചിച്ചു നോക്ക്. 352 വോട്ടുകളിൽ നിന്ന് ഈ തിരുവനന്തപുരം ജില്ലയിൽ ഞങ്ങള് ഇന്ന് 7.5 ലക്ഷം വോട്ടിന്റെ അവകാശികളായിട്ട് ഞങ്ങൾ മാറിയിട്ടുണ്ട് എങ്കിൽ ഈ പറയുന്ന CPM-നേക്കാൾ
തിരുവനന്തപുരം ജില്ലയിൽ BJPക്ക് 70,000 വോട്ടിന്റെ മുൻപിലാണ് BJP എന്ന് പറഞ്ഞാല് നിങ്ങൾക്ക് നിഷേധിക്കാൻ കഴിയോ? ഞങ്ങളുടെ 352 നന്നായിപ്പോ CPM-നേക്കാൾ CPM മാത്രമാണോ അതിലുള്ളത്? അല്ലല്ലോ. ആരൊക്കെയുള്ളത്? 7 പാർട്ടിയുണ്ട്. ഇന്ന് നിങ്ങളെക്കാൾ കേരളം ഭരിക്കുന്ന പിണറായിയുടെ പാർട്ടിയേക്കാൾ ഞങ്ങൾ തിരുവനന്തപുരം ജില്ലയിൽ 70,000 വോട്ട് ഞങ്ങൾക്ക് കൂടുതലാണ്. ഇത്രയും വർഷം ഭരിച്ചുകൊണ്ടിരുന്ന കോൺഗ്രസ് ഞങ്ങളെക്കാൾ 30,000 വോട്ടായി കൂടുതലുള്ളത്. ബാക്കി പണി ഞങ്ങൾ ചെയ്തോളാം. നിങ്ങളെ എത്ര വേണോ അധിക്ഷേപിച്ചോ. ഒരു കാര്യം വ്യക്തമാണ്, 382 നിന്ന് ഈ തിരുവനന്തപുരത്ത് ഞങ്ങൾക്ക് 7.5 ലക്ഷത്തിലേക്ക് 70,000 വോട്ടിന്റെ കൂടുതൽ CPM-ൽ നിന്ന് ഞങ്ങൾക്ക് നേടാൻ കഴിഞ്ഞിട്ടുണ്ട് എങ്കിൽ അതിവിദൂരമല്ലാത്ത ഭാവിയില് ഈ തിരുവനന്തപുരത്ത് നരേന്ദ്രമോദിയുടെ ആ വൈജയം ഉയർന്ന് പറക്കുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഞങ്ങളത് നേടിയെടുത്തിരിക്കും. അതുകൊണ്ടല്ലേ നിങ്ങളുടെ ജില്ലാ സെക്രട്ടറിയുടെ ബൂത്തിൽ പോലും BJP 1ാം സ്ഥാനത്ത് വന്നില്ലേ? മറുപടി പറയണോ? മൈക്ക് കെട്ടി വെച്ചിട്ട് ഇതേപടി ആധികാരിക രാഷ്ട്രീയം പറയാ. ഞങ്ങളിത് വെല്ലുവിളിക്കുകയല്ല, ഉള്ള കാര്യം തുറന്ന് ജനങ്ങളുമായിട്ട് ഞങ്ങൾ വർത്തമാനം പറയുകയാണ്. ഞങ്ങൾ ജനങ്ങൾക്ക് വേണ്ടി പ്രവർത്തിച്ചതുകൊണ്ട് ജനങ്ങൾ ഞങ്ങൾക്ക് വോട്ട് കൂടുതൽ തന്നിട്ടുള്ളത്. ഇത് ജനങ്ങളുടെ പാർട്ടിയാണ് BJP. നിങ്ങളെ പോലെ നേതാക്കന്മാരുടെ പാർട്ടിയല്ല. നിങ്ങളുടെ വഴിയും വയലല്ല ഞങ്ങളുടേതാണ്. പൈങ്കിളിയെ പണ്ട് പാടിയില്ലേ? ഇന്നിപ്പോ എന്താ പറ്റിയത്? ആ വയലുകളെല്ലാം സാൻജിയോഗ മാർട്ടിന്റെയും മരുമോൾ റിയാസിന്റെയും പേരിലായിട്ടുണ്ട്. ശരിയല്ലേ? ഇതെല്ലാം ഇന്നത്തെ പാവപ്പെട്ട ഈ ആൾക്കാരുടെ എല്ലാം അവരുടെ കയ്യിലൊക്കെ ആയിട്ടുള്ളത്. പിന്നെ എന്താ? സർവത്ര ആരോഗ്യം ഞങ്ങളുടെ പദ്ധതിയാണ്. എല്ലാവർക്കും സൗജന്യമായിട്ട് ആരോഗ്യ പരിരക്ഷ ലഭിക്കണം. കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ 30,000 രൂപ കുറച്ചു പേർക്ക് കിട്ടിക്കൊണ്ടിരുന്നു. 2014 നരേന്ദ്രമോദി സർക്കാർ വന്നതിന് ശേഷം 5 ലക്ഷം രൂപയായിട്ട് അത് വർദ്ധിപ്പിച്ചു. എന്തിനാ? BJP-ക്കാർക്ക് വേണ്ടി മാത്രം. നിങ്ങളുടെ പഞ്ചായത്തിൽ ഒരു ആനുകൂല്യം കൊടുക്കണമെങ്കിൽ നിങ്ങൾ രാഷ്ട്രീയം നോക്കും. ഞങ്ങൾ നേരിട്ട് നടപ്പിലാക്കി. കേരളത്തിൽ അതിന് വേറൊരു പേരുണ്ടല്ലോ. എന്താ? കാരുണ്യം. എവിടെയുള്ള കാരുണ്യം? ഏതെങ്കിലും ആശുപത്രിയിൽ പോയാൽ ഈ പാവപ്പെട്ടവരെ നിങ്ങൾ ചികിത്സ വാങ്ങിച്ചു കൊടുക്കുന്നുണ്ടോ? BJP പറഞ്ഞതെന്താ? ഇന്ത്യയിലെ ഏറ്റവും സൂപ്പർ സ്പെഷ്യാലിറ്റി പ്രൈവറ്റ് ഹോസ്പിറ്റൽ ഉൾപ്പെടെ മുഴുവൻ ആശുപത്രികളിലും പാവപ്പെട്ടവർക്ക് ഇവിടുത്തെ ടാറ്റയ്ക്കും ബിർളയ്ക്കും അംബാനിക്കും ശതകോടീശ്വരനായിട്ടുള്ള പിണറായി വിജയനും മരുമോനും മോക്കും മാത്രം വലിയ ആശുപത്രിയിൽ ചികിത്സിച്ചാൽ പോരാ. ഇവിടത്തെ വീട് നിർത്ത തൊഴിലാളിക്കും ഇവിടുത്തെ ചുമട്ട് തൊഴിലാളിക്കും പാവപ്പെട്ട കർഷക തൊഴിലാളിക്കും അവന് കാശില്ല എന്നുള്ള പേരിൽ അവന്റെ ജീവൻ നഷ്ടപ്പെട്ടു പോകാൻ പാടില്ല. അവന് ഒരു അസുഖം വന്നു കഴിഞ്ഞാൽ അവൻ ആൻജിയോപ്ലാസ്റ്റി ചെയ്യണമെന്നുണ്ട് എങ്കിൽ 5 ലക്ഷം രൂപ വരെ നരേന്ദ്രമോദി സർക്കാർ അനുവദിച്ചു. കേരളത്തിൽ അതിനെ അട്ടിമറിച്ചു. ഇപ്പൊ ഞങ്ങൾ എന്താ ചെയ്തത്? 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും ലോകത്തിൽ ഇങ്ങനെ ഒരു ചികിത്സാ പദ്ധതിയില്ല. 70 വയസ്സ് കഴിഞ്ഞ മുഴുവൻ ആളുകൾക്കും 5 ലക്ഷം രൂപയുടെ ചികിത്സാ സൗകര്യമാണ്. നിങ്ങൾ പറയാറില്ലേ ഞങ്ങൾ കാവ്യവൽക്കരിക്കണമെന്ന്? ഞങ്ങളുടെ കാവ്യവൽക്കരണം ഇതാ. ഞങ്ങളുടെ ആശയമാണ് എല്ലാവർക്കും ആരോഗ്യ സുരക്ഷ, എല്ലാവർക്കും പാർപ്പിടം, എല്ലാവർക്കും വിദ്യാഭ്യാസം. അതാ BJP-യുടെ ഏകാത്മമാനവാദം. നിങ്ങളുടെ കമ്മ്യൂണിസത്തിന് ബദലാണ്, മുതലാളിത്തത്തിന് ബദലാണ്, സോഷ്യലിസത്തിന് ബദലാണ് ലോകം മുഴുവൻ തന്നെ ശാന്തിയും സമാധാനവും പ്രദാനം ചെയ്യുവാൻ കഴിയുന്ന ഭാരതീയ തത്വചിന്തയിൽ അധിഷ്ഠിതമായിട്ടുള്ള ധർമാർത്ഥ കാമ മോക്ഷ സങ്കല്പത്തിൽ അധിഷ്ഠിതമായിട്ടുള്ള ഏകാത്മമാനവ ദർശനം. അതിൽ ഞങ്ങൾ പറയുന്നു എല്ലാ കൈക്കും തൊഴിൽ കൊടുക്കണം. നിങ്ങൾക്ക് എന്താ പദ്ധതി? കേരളത്തിലെ ആളുകൾക്ക് കോൺഗ്രസിന് എന്താ പദ്ധതി?
കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് എന്താ പദ്ധതിയുള്ളത്? പാവപ്പെട്ട ആളുകൾക്ക് ചികിത്സാ സൗകര്യത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു പദ്ധതി നിങ്ങൾക്കുണ്ടോ? ഞങ്ങൾ ചെയ്തതാ ഞങ്ങളിപ്പോ പറഞ്ഞത്. ഇത് ലോകത്തിൽ തന്നെ ആദ്യമായിട്ടാണ്. എന്നിട്ടും ഇവർ പറഞ്ഞതെന്നറിയോ? അദാനിയുടെ പാർട്ടി എന്ന്. അദാനിയുടെ പാർട്ടി. പിന്നെ പറഞ്ഞ അംബാനിയുടെ പാർട്ടി. എന്താ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് കൊടുത്തത് അംബാനിക്കാണ്. എന്തായാലും ഈ 5 ലക്ഷം രൂപയുടെ ചികിത്സാ ഇൻഷുറൻസ് ഇവിടുത്തെ വെള്ളാപ്പള്ളി നടച്ചിട്ടും തുഷാർ വെള്ളാപ്പള്ളിക്കൊന്നും വേണ്ട. ആവശ്യം എന്താ? ഇവിടുത്തെ പാവപ്പെട്ട ആവശ്യമാണ്. ഇത്രയും ബൃഹത്തായിട്ടുള്ള ഒരു പദ്ധതിയാണ് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കിയിട്ടുള്ളത്. പിന്നെന്താ? എല്ലാ കൈക്കും തൊഴിലാണ്. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതി. തൊഴിലുറപ്പ് പദ്ധതി ഞങ്ങളിപ്പോ തീരുമാനിച്ചിരിക്കുന്നത് എന്താണെന്ന് സഹാക്കന്മാർക്കറിയോ? നിങ്ങളിപ്പോ എന്താ പറയണത്? തൊഴിലുറപ്പ് പദ്ധതി പൈസ കിട്ടണില്ല എന്നാ. കൃത്യമായിട്ട് കണക്ക് കൊടുത്താൽ ഞങ്ങൾ കാശ് തരും. പഞ്ചായത്തില് കൃത്യമായിട്ട് കേന്ദ്ര സർക്കാരിനെ കണക്ക് കൊടുത്തു കഴിഞ്ഞാൽ അവരുടെ കാശ് വിത്തിൻ 2 days നിങ്ങളുടെ അക്കൗണ്ടിലെത്തും. നിങ്ങൾ കണക്ക് കൊടുത്തില്ല. അതുകൊണ്ട് പല പഞ്ചായത്തിലും പൈസ കിട്ടാത്തത്. എത്രയായിരുന്നു നരേന്ദ്രമോദി വരുന്നതിന് മുമ്പ് ഇവിടുത്തെ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകൾക്ക് ശമ്പളം കിട്ടിയിരുന്നത്? 114 രൂപ. ഇന്ന് എത്രയാ? 343 വാങ്ങുന്നായിരുന്നില്ല. 342 രൂപ. ഞങ്ങൾ ആഗ്രഹിക്കുന്ന അടുത്തവർക്ക് ഒരു 500 രൂപയാക്കാൻ വേണ്ടി അല്ലേ? പാവപ്പെട്ട ആൾക്കാർക്ക് ജീവിക്കണ്ടേ? കേന്ദ്ര സർക്കാർ അടുത്ത് കൊണ്ടുവരും. പക്ഷെ നിങ്ങളെ കൊണ്ട് ഞങ്ങൾ ചെയ്യാൻ ഉദ്ദേശിപ്പിക്കുന്നത് ഇതേവിടെ പറമ്പ് കളയ്ക്കാനല്ല, ഇവിടെ വഴിയോരം ഇങ്ങനെ വൃത്തിയാക്കാനല്ല. കളിപ്പാട്ടം മുതൽ ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ വരെ നിർമ്മിക്കാൻ ഞങ്ങൾ പഠിപ്പിക്കാൻ വേണ്ടി പോവുക. അതിനൊരു ലക്ഷ്യമുണ്ട്. കമ്മ്യൂണിസ്റ്റ് ചൈനയെ തകർക്കുക എന്നുള്ളതാണ്. ദീർഘവീക്ഷണമാണ് ഞങ്ങള്. കമ്മ്യൂണിസ്റ്റ് ചൈനയെ തകർക്കണം. ഇവിടെ കളിപ്പാട്ടങ്ങൾ മുഴുവൻ വിറ്റുകൊണ്ടിരുന്നത്, വഴിയോരങ്ങളിൽ വിറ്റുകൊണ്ടിരുന്നത് ചൈനീസ് ഉൽപ്പന്നങ്ങളല്ലേ? ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾ ചൈനയുടേതായിരുന്നില്ലേ? BJP ഒരു 10 വർഷത്തെ ഭരണം കഴിഞ്ഞപ്പോൾ ചൈനക്കാരന്റെ സാധനം ഇപ്പൊ കാണാനില്ല എന്നുള്ളതാണ്. അത്രമാത്രം ഞങ്ങൾ തകർത്ത് കഴിഞ്ഞു. ശരിയല്ലേ? ഇതിനിപ്പോ ഇവരെ കൊണ്ട് ഞങ്ങൾ നിർമ്മിക്കാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. അപ്പൊ എന്താ? ഈ ഉൽപ്പന്നങ്ങൾ മുഴുവൻ കുറഞ്ഞ വിലയ്ക്ക് ഇന്ത്യയിലെ സാധാരണക്കാരായ തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാർ നിർമ്മിക്കുന്ന സാധനങ്ങള് ഇന്ത്യയിൽ തന്നെ ഞങ്ങൾക്ക് കച്ചവടം ചെയ്യാനുള്ള സംവിധാനമുണ്ട്. ഞങ്ങളത് ചെയ്യും. അങ്ങനെ തൊഴിലുറപ്പ് പദ്ധതിയെ ആധുനികമായ രീതിയിലോട്ട് മുന്നോട്ട് കൊണ്ടുപോകാൻ പോയ അപ്പോഴാ പറയണത്, നിങ്ങൾക്ക് തൊഴിൽ വേണോ? ഞങ്ങളോട് സമരത്തിൽ ഉറപ്പുറമ്മ. ഇപ്പൊ ഒരു പണി വെച്ചിട്ടുണ്ട്, ഓംബുഡ്സ്മാൻ ആക്കിയിട്ടുണ്ട്. അതായത് ഏതെങ്കിലും ഒരു പഞ്ചായത്ത് മെമ്പറോ ഏതെങ്കിലും ഒരു ADSO മേറ്റോ നിങ്ങളോട് ഫോൺ ചെയ്തോ അല്ലാതെയോ ഈ തൊഴിലുറപ്പ് പദ്ധതിയുടെ പേരില് നിങ്ങൾ ആ പാർട്ടിക്കാരനല്ല എങ്കിലോ നിങ്ങളെ അവർ വിളിക്കുകയാണെങ്കിൽ അതിനെ റെക്കോർഡ് ചെയ്ത് കൃത്യമായിട്ട് ഓംബുഡ്സ്മാനെ ഏൽപ്പിക്കുക. ഇവന്റെ മെമ്പർ സ്ഥാനം പോകും. ഒരു സംശയവും വേണ്ട. കാരണം തൊഴിലുറപ്പ് പദ്ധതിയിൽപ്പെട്ട ആൾക്കാരെ രാഷ്ട്രീയ പാർട്ടിയുടെ യോഗങ്ങളിൽ തൊഴിൽ തരാമെന്ന് പറഞ്ഞുകൊണ്ടാണ് ഇവർ പീഡിപ്പിക്കുന്നത്. ഇതൊരു പീഡനമാണ്. ഇന്നിപ്പോ ഓംബുഡ്സ്മാൻ സംവിധാനമുണ്ട്. ഇപ്പൊ ചെറിയ പേര് തുടങ്ങി. 1-2 പേരുടെ സംഗതി നേറ്റുമാരെ വിളിച്ചു, നാളത്തെ പാർട്ടി പരിപാടി വരണം. മൊബൈലിലാണ് വിളിച്ചത്. ഞങ്ങൾ പറഞ്ഞു അതിനെ റെക്കോർഡ് ചെയ്ത് വെച്ചേക്കാൻ പറഞ്ഞു. റെക്കോർഡ് ചെയ്ത് നേരെ കൊടുത്തു. ഇപ്പൊ പെട്ടു നിൽക്കുകയാണ്. സഹാക്കന്മാരെ ദയവ് ചെയ്ത് ഈ കാര്യങ്ങളുമായിട്ടൊക്കെ മെമ്പർ സ്ഥാനം 5 വർഷം ഇരിക്കണമെന്നുണ്ട് എങ്കിൽ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരെ ദയവ് ചെയ്ത് നിങ്ങൾ വിളിക്കരുത്. പെട്ടുപോകും. ഒരു സംശയവും വേണ്ട. ശരിയല്ലേ? പെട്ടുപോയില്ലേ? വിളിക്കാൻ പാടുണ്ടോ? ഇപ്പോഴും ചിലർക്ക് മനസ്സിലായിട്ടില്ല. ഇപ്പോ കഴിഞ്ഞ ദിവസം ഞങ്ങളുടെ ആ ഭാഗത്ത് ഒരു LC സെക്രട്ടറിയുമായിട്ട് പ്രശ്നമാണ്. നിന്റെ വീട്ടിൽ നിന്ന് ആള് വന്നില്ല, ബൂത്തല്ല വാർഡിൽ നിന്ന് മെമ്പറോടാ. അപ്പൊ മെമ്പറാണ് പറയണത്, എനിക്ക് അവിടെ ആരെയും വിളിക്കാനൊന്നും പറ്റൂല, വിളിച്ചു കഴിഞ്ഞാൽ അവര് റെക്കോർഡ് ചെയ്യും. റെക്കോർഡ് ചെയ്താലോ എന്റെ മെമ്പർ സ്ഥാനം പോകും. അതുകൊണ്ട് എനിക്ക് ഇത്രയൊക്കെ കൊണ്ടുവരാം. ഇപ്പൊ ആള് കുറഞ്ഞു പറയും. അപ്പൊ പുതിയ പദ്ധതി എന്താ? തൊഴിലുറപ്പ് പദ്ധതി തൊഴിലാളി യൂണിയൻ.
തൊഴിലില്ലാത്തതുകൊണ്ടാണ് ജോലി കൊടുത്തത്. അവരുടെ ജോലിയാണ് ഇതുവരെ പറഞ്ഞ് ഞങ്ങളാണ് തരണമെന്ന്. ഇപ്പോഴോ വിഷയം എന്താ? ഞങ്ങൾക്ക് ഇതിലൊരു ബന്ധമില്ല, കേന്ദ്രം തരണമെന്ന് പറഞ്ഞപ്പോൾ പോസ്റ്റ് ഓഫീസിന്റെ മുമ്പേ സമരം. പോസ്റ്റ് ഓഫീസിന്റെ മുമ്പ് നാണമില്ലൂടെ സഹാക്കന്മാർ. ഇനി എത്ര കാലം നിങ്ങൾക്ക് ഈ ജനങ്ങളെ പറ്റിക്കാൻ പറ്റും? ഇന്ന് കേരളത്തിലെ ജനങ്ങള് സാക്ഷരതയുള്ളവരാണ്. അവർക്കറിയാം ഇത് കേന്ദ്രത്തിന്റെ പദ്ധതിയാണ് എന്ന്, ജനങ്ങൾക്കറിയാം. പക്ഷെ എവർ വിചാരിക്കുന്നത് ഇങ്ങനെ മൂടുനിൽക്കി പക്ഷി ഇങ്ങനെ ഇരുന്ന് കൊടുക്കുമ്പോൾ ഇതെല്ലാം തന്നെ എന്താ അതിന്റെ കഴിവാണ് എന്നാണ് ധരിക്കുന്നത്. ഇപ്പോൾ കണ്ടിട്ടില്ലേ, പല അഭിപ്രായങ്ങളും പറഞ്ഞു കേട്ടിട്ടില്ല. എല്ലാ കാര്യത്തിലും കയറി അഭിപ്രായം പറയും, ഏത് വിഷയത്തിലും അഭിപ്രായം പറയും. G7 വന്നാലും അതിനും അഭിപ്രായം പറയും. ആരാ? പിണറായിയുടെ പാർട്ടി. അടുത്തെന്താ വിഷയം? ഞാൻ നേരത്തെ പറഞ്ഞു തൊഴിലുറപ്പ് പദ്ധതി, അതിൽ ശമ്പളം വർദ്ധിപ്പിച്ചു. അതിൽ കൂടെ തീർന്നില്ല. എല്ലാവർക്കും തൊഴിൽ കൊടുക്കണം. അതിനു വേണ്ടിയിട്ട് എന്താണ് ചെയ്തതെന്നറിയോ? പ്രധാനമന്ത്രി മുദ്രാ യോജന. ഇന്നിപ്പോ 20 ലക്ഷം രൂപ വരെ ഒരു ജാമ്യവുമില്ലാതെ നിങ്ങൾക്ക് ഒരു സംരംഭം, ഒരു സ്ഥാപനം, ഒരു കച്ചവടം എന്തെങ്കിലും തുടങ്ങാൻ വേണ്ടിയിട്ട് കേന്ദ്ര സർക്കാർ അനുവദിച്ചിട്ടുണ്ട്. ഒരു ജാമ്യവും കൊടുക്കണ്ട. പണ്ട് മൻമോഹൻ സിംഗ് സർക്കാർ ഇരിക്കുമ്പോഴേ ആരാ? LDF-ഉം കോൺഗ്രസും കൂടെ ഒരുമിച്ചല്ലേ കേന്ദ്രം ഭരിച്ചത്. അന്ന് കിട്ടിയിരുന്ന 5000 രൂപ നിങ്ങൾക്ക് ലോൺ എടുക്കണമെങ്കിൽ പോലും ബാങ്കിന് വസ്തുജാമ്യമോ ഉദ്യോഗജാമ്യമോ കൊടുക്കണം. ഇന്ന് 20 ലക്ഷം രൂപ വരെ യാതൊരു ജാമ്യവും വേണ്ട. പക്ഷെ കേരളത്തിൽ ചില ബാങ്ക് മാനേജർമാർ ഇപ്പൊ മസിൽ പിടിക്കുക. അതിലിപ്പോ ചിലരൊക്കെ അങ്ങ് ഹൈദരാബാദിലും ഇവിടെ ആസാമിലും ഒക്കെ പോയിട്ടുണ്ട്. ചില ബാങ്ക് മാനേജർമാരുടെ അടുത്ത് ചെല്ലുമ്പോൾ അവിടെ സഹാവായിരിക്കും മിക്കവാറും. ഇങ്ങനെ മൂത്ത് വന്ന് മാനേജരാ, അല്ലെങ്കിൽ SFIയില് യൂണിവേഴ്സിറ്റി കോളേജില് SFIക്ക് മുദ്രാവാക്യം വിളിച്ചിട്ട് പരീക്ഷ പാസ്സായാലും പാസ്സായില്ലെങ്കിൽ കേരളത്തിൽ ജയിക്കാണല്ലോ. അങ്ങനെയൊക്കെ ജയിച്ചു വന്നതിലും ബാങ്ക് മാനേജരായി വന്നു കഴിഞ്ഞാൽ അവിടെയും എന്താണ്? സാറ് ജമയും സഹാവാണ്. സഹാവ് പറയും പ്രധാനമന്ത്രിക്ക് ഇങ്ങനെ ഒരു പദ്ധതിയില്ല, നിങ്ങളെ പറ്റിച്ചതെന്നാണ് പറയുന്നത്. ഇപ്പോൾ നമ്മുടെ ചില ആൾക്കാർ അതിനെയൊക്കെ റെക്കോർഡ് എടുത്തിട്ട് നേരെ അയച്ചു കൊടുത്തു ജില്ലാ കളക്ടർക്കും അതേപോലെ തന്നെ പ്രധാനമന്ത്രിക്കും ബാങ്കിങ് ഓംബുഡ്സ്മാനും. ഇപ്പൊ ചിലരൊക്കെ വിട്ടുനിൽക്കുകയാണ്. പാവം പോലും കൊടുക്കില്ല അല്ലെ? ബാങ്കിൽ ചെന്നാൽ അവിടെ ഇരിക്കുന്ന അവൻ സഹാവാണ് ബാങ്ക് മാനേജര്. പക്ഷെ കാണേണ്ട രീതിയിൽ നമ്മൾ വ്യക്തമായിട്ട് കാര്യബോധത്തോടുകൂടെ സംസാരിച്ചു കഴിഞ്ഞാല് കൃത്യമായിട്ട് കിട്ടും. പക്ഷെ അവിടെ സഹാക്കന്മാരും കോൺഗ്രസുകാരുടെ യൂണിയനാണ് അവിടെ ഉള്ളത്. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, ഈ പഞ്ചായത്ത് ഓഫീസില് BJPയുടെ യൂണിയനുള്ള എത്ര പേരോളം നിന്റെ ആരെങ്കിലും ഉണ്ടോ? ഉണ്ടാവാൻ സാധ്യതയില്ല. NGO സംഘത്തിന്റെ ആളുണ്ടാവില്ല. പിന്നെ നമ്മൾ എന്തിനാണ് അവരെയൊക്കെ പേടിക്കുന്നത്? നമ്മുടെ ആളുണ്ടെങ്കിൽ നമ്മളെ സഹായിക്കും അല്ലേ? ഇവരെല്ലാം സഹാക്കന്മാരല്ലെങ്കിൽ കോൺഗ്രസുകാരാണ്. അതുകൊണ്ടാണ് പാവപ്പെട്ട ആളുകൾ വരുമ്പോ അവരെ മോശമായ രീതിയിൽ പുച്ഛിച്ച ഈ കേന്ദ്ര പദ്ധതികളെല്ലാം അവഹേളിച്ച സംസാരിക്കുന്ന ഉദ്യോഗസ്ഥന്മാരാണ് കേരളത്തിലുള്ളത്. അപ്പോൾ ബാങ്കിലോ നമുക്ക് പ്രധാനമന്ത്രി മുദ്രാ യോജന കിട്ടുന്നു. എന്തിനു വേണ്ടിയാ? 10 ലക്ഷം രൂപയുടെ ലോൺ എടുത്താൽ അതിൽ ഒരു സംരംഭം തുടങ്ങണമെന്നാണ്. അതിൽ 3 പേർക്ക് തൊഴിൽ കൊടുക്കണമെന്നാണ് കേന്ദ്രം പറഞ്ഞിട്ടുള്ളത്. ഇനിയുണ്ട്, തീർന്നില്ല. കേരളത്തിലെ കുടുംബശ്രീക്ക് വേണ്ടി നബാർഡ് വഴി 50,000, 1 ലക്ഷം രൂപ കേരളത്തിലെ വനിതകൾക്ക് ലോൺ കൊടുക്കുന്നില്ലേ? പഞ്ചായത്തുകളുടെ അവരാണ്. കേന്ദ്ര സർക്കാർ കൊടുക്കുന്നു കുടുംബശ്രീക്കുള്ള ലോണ്. എന്തിനറിയോ ലോൺ കൊടുത്തത്? ഇപ്പൊ ഉദ്യോഗസ്ഥന്മാർ വന്നിട്ട് പ്രോജക്റ്റ് ഒക്കെ പറഞ്ഞിട്ട് നന്നായിട്ട് ക്ലാസ് എടുത്ത് മൃഷ്ടാന്നം ഭക്ഷണമൊക്കെ കഴിച്ചിട്ടാ പോണത്. പഞ്ചായത്തിൽ എത്ര സംരംഭമുണ്ട്? ഇത്രയും വർഷമായിട്ട് കുടുംബശ്രീക്ക് വേണ്ടി 50,000 രൂപ വെച്ച് ലോൺ കൊടുത്തിട്ട് എത്ര സംരംഭം ഇന്ന് ഈ പഞ്ചായത്തിനകത്ത് നടപ്പാക്കിയിട്ടുണ്ട്? ഞങ്ങളുടെ സർക്കാർ പറഞ്ഞത് അതെല്ലാം തന്നെ തൊഴിലിടങ്ങളെന്ന ഗ്രാമീണ തൊഴിൽ ഭവനങ്ങളാണ് ഞങ്ങൾ സ്വപ്നം കണ്ടത്. കുടുംബശ്രീക്ക് മാത്രമല്ല കേട്ടോ കൊടുത്തിട്ടുള്ളത്, NSSന്റെ ധനശ്രീക്ക് 50,000 രൂപ വെച്ച് NSSന്റെ അംഗമായിട്ടുള്ള വനിതകൾക്ക് കിട്ടാറില്ലേ? കേട്ടോ, അങ്ങനെ 1658 കോടി രൂപയാണ് കഴിഞ്ഞ വർഷം കേന്ദ്ര സർക്കാർ നബാർഡ് വഴി NSSന്റെ ധനശ്രീക്ക് കൊടുത്തിട്ടുള്ളത്.
പിന്നെയോ SNDP-യുടെ മൈക്രോ ഫൈനാൻസ് നബാർഡ് വഴി ഏകദേശം 1500 ശിഷ്ടം കോടി രൂപയാണ് കേരളത്തിൽ മൈക്രോ ഫിനാൻസ് വഴി നബാർഡ് ലോൺ പദ്ധതി നടപ്പിലാക്കിയിട്ടുള്ളത്. ഇതെല്ലാം ഇതിനു വേണ്ടിയിട്ടാ. ഞങ്ങൾ നേരത്തെ പറഞ്ഞില്ലേ, ഓരോ കൈക്കും തൊഴിൽ കൊടുക്കുക എന്നുള്ളതാണ് കേന്ദ്ര സർക്കാരിന്റെ പദ്ധതി. അത് ഞങ്ങൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ടാണ് ജാമ്യമില്ലാതെ 20 ലക്ഷം രൂപ വരെ ഞങ്ങൾ ലോൺ കൊടുക്കുന്നത്. പിന്നെയോ PMEGP പദ്ധതി തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അത് മനസ്സിലായില്ലേ? തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഈ പദ്ധതി. അതിൽ 35% സബ്സിഡി ഉണ്ട്. പ്രധാനമന്ത്രി തൊഴിൽദായക പദ്ധതി PMEGP. ഇങ്ങനെ നിരവധിയായിട്ടുള്ള പദ്ധതികളാണ് കേന്ദ്ര സർക്കാർ ഇന്ന് ഇന്ത്യയിലെ സാധാരണക്കാരായിട്ടുള്ള ആൾക്കാർക്ക്, പാവപ്പെട്ട ആൾക്കാർക്ക് വേണ്ടിയിട്ട് ഇന്ന് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞങ്ങൾക്ക് ആവശ്യപ്പെടുവാനുള്ളത് കേന്ദ്ര സർക്കാർ നടപ്പിലാക്കുന്ന ഈ തൊഴിലുറപ്പ് പദ്ധതി, അതിൽ രാഷ്ട്രീയമില്ല. CPM-ന്റെ ട്രേഡ് യൂണിയൻ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരെ ഉപയോഗപ്പെടുത്താൻ പാടില്ല എന്നുള്ളതാണ് ഞങ്ങൾ ഒന്നാമതായിട്ട് ഈ പഞ്ചായത്ത് സമിതിയോട് ആവശ്യപ്പെടുന്നത്. നിങ്ങൾ ഈ തൊഴിലുറപ്പ് പദ്ധതിയിലുള്ളവരെ CPM-ന്റെ പരിപാടികളിൽ പങ്കെടുക്കാൻ വേണ്ടിയിട്ട് ഭീഷണിപ്പെടുത്തിക്കൊണ്ട് ഈ തൊഴിലാളികളെ ഉപയോഗപ്പെടുത്താൻ പാടില്ല. എങ്കിൽ ഞങ്ങൾ ശക്തമായിട്ട് ഇടപെടും, ശക്തമായ രീതിയിൽ പ്രതികരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറാകും. അങ്ങനെ ഇടപെടുന്ന ഈ പഞ്ചായത്ത് മെമ്പർമാരെ, ഉദ്യോഗസ്ഥന്മാരെ, ADS-മാരെ എല്ലാം തന്നെ നിയമ നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ കൃത്യമായിട്ട് ഇടപെടുമെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. അതുകൊണ്ട് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളെ നിങ്ങൾ രാഷ്ട്രീയ പ്രവർത്തനത്തിന് കമ്മ്യൂണിസ്റ്റ് പാർട്ടി ഉപയോഗിക്കുന്നത്. നിങ്ങൾ നിങ്ങളുടെ പാർട്ടിയിൽ പ്രവർത്തിക്കുന്ന ആൾക്കാരെ പങ്കെടുപ്പിക്കുക. നിങ്ങൾ എന്തിനാ തൊഴിലുറപ്പിന്റെ പേരിൽ ഭീഷണിപ്പെടുത്തുന്നത് പാവങ്ങളെ? ഇത് എത്ര കാലം നിങ്ങൾക്ക് പിടിച്ചിരിക്കാൻ പറ്റും? ഇങ്ങനെ ഭീഷണിപ്പെടുത്തി അവരെ, പാവപ്പെട്ടവരെ ചൂഷണം ചെയ്തതിന്റെ അന്തിമ ഫലം നിങ്ങൾ ഇന്ന് ത്രിപുരയിലും ബംഗാളിലും കണ്ടില്ലേ? അവിടെയുള്ള ഇവിടെ ഇപ്പൊ എന്താ പറയുന്നത്, ADS കാണാൻ പോയി. എന്തോ ഒരു ആനസംഗതി വരെ പറയുന്നത്. പശ്ചിമ ബംഗാളിൽ ഭരണം 35 വർഷമായിരുന്നു. അവിടത്തെ നിങ്ങൾ പറയുന്ന ACS ഭയങ്കര വലിയ സംഗതിയായിട്ടാണ് പറയണത്. അവരിപ്പോ ഇവിടെ തിരുവനന്തപുരത്ത് നിന്ന് പുറകോട്ട് അടിച്ചുകൊണ്ടിരിക്കുക. കാരണം എന്താണെന്നറിയോ? എന്താ സംഗതി? അവിടെ പാർട്ടി ഓഫീസോടെ BJP ആയിട്ട് മാറി എന്നുള്ളതാണ്. എവിടെയാ? പശ്ചിമ ബംഗാളിൽ. അതുകൊണ്ട് കിഴിവിലത്തെ സഹാക്കന്മാരെ വലിയ കാലമില്ല. നിങ്ങളുടെയും കേരളത്തിലെയും കിഴിവിലത്തെ എല്ലാം കാലം എണ്ണിക്കഴിഞ്ഞിരിക്കുക. പണ്ട് മന്നത്ത് പത്മനാഭൻ പറഞ്ഞിട്ടുണ്ട്. എന്താണെന്ന് പറയുന്നത് നിങ്ങൾക്കറിയോ? അദ്ദേഹം പറഞ്ഞു, ഈ ചെമ്പൊടിയെ ഞാൻ, ഈ കമ്മ്യൂണിസത്തെ, അദ്ദേഹം പറഞ്ഞു കഴിഞ്ഞാൽ ഈ നരാധമന്മാരുടെ പാർട്ടി, ഇത് ജനങ്ങൾക്ക് പറ്റിയതല്ല. ഈ പാർട്ടിയെ ഞാൻ അറബിക്കടലിൽ ചവിട്ടി താഴ്ത്തുമെന്ന് പറഞ്ഞു. പക്ഷെ അദ്ദേഹത്തിന് അത് കഴിഞ്ഞില്ല. കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ തകർക്കാൻ അവർക്ക് പറ്റിയോ? കഴിഞ്ഞില്ല. പക്ഷേ അതിന് കഴിഞ്ഞു. ആർക്കാ? നരേന്ദ്രമോദിയുടെ പാർട്ടിക്ക്, അമിത്ഷായുടെ പാർട്ടിക്ക്, നദ്ദാജിയുടെ പാർട്ടി ഇന്ന് ആ CPM-നെ ബംഗാളിൽ നിന്ന് തുടങ്ങിയ ത്രിപുര വഴി, ആന്ധ്ര വഴി ഇപ്പോ ഈ അറബിക്കടലിന്റെ തീരദേശത്ത് ഞങ്ങളിപ്പോ കൊണ്ടുപോയി തൂത്തുകൂട്ടിയിരിക്കുക. വലിയ കാലതാമസമില്ലാതെ ഈ സംഘപരിവാർ മന്നത്ത് പത്മനാഭൻ പറഞ്ഞ അതേ കമ്മ്യൂണിസത്തെ അറബിക്കടലിലേക്ക് താഴ്ത്താൻ കഴിയുന്നത് തീർച്ചയായിട്ടും ഈ നരേന്ദ്രമോദിയുടെ പാർട്ടിക്കായിരിക്കും, BJP-ക്കായിരിക്കും എന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. സഹാക്കന്മാർ എണ്ണിക്കോ. ഇവിടെ ഇപ്പൊ കുറെ മുഷ്കൊക്കെ കാണിക്കുന്നുണ്ട്. ഇപ്പൊ ഇവിടെ കുറഞ്ഞിട്ടുണ്ട്. ഇപ്പൊ കണ്ടില്ലേ, പിണറായിയില് ഒരു അമ്പലത്തിന് കയ്യേറിയിട്ട് റിയാസ് മരുമോൻ എന്താ പിണറായിയില്. ഇതെന്തായിരുന്നു കേരളത്തിന്റെ അവസ്ഥ? ഒരു അമ്പലവസ്തു അതിനെ കയ്യേറിയിട്ട് റെസ്റ്റ് ഹൗസ് നിർമ്മിക്കുന്നു.
ഇത് വേറെ ഏതെങ്കിലും ഒരു മതത്തിന്റെ ആരാധനാലയത്തിൽ പോയിട്ട് ഇതേപടി വസ്തു കൈയേറി എന്താ ഗസ്റ്റ് ഹൗസ് നിർമ്മിക്കാൻ പറ്റുമോ? കഴിയുമോ നിങ്ങൾക്ക്? ഞങ്ങൾ പറഞ്ഞു വന്നത് തൊഴിലുറപ്പ് പദ്ധതിയിലുള്ള ആളുകളോട് നിങ്ങൾ ഈ രാഷ്ട്രീയ അതിപ്രസരം, രാഷ്ട്രീയ ഗുണ്ടായിസം കാണിക്കരുത്. ഇതിനെതിരെ ജനങ്ങൾ നിങ്ങൾക്കെതിരായിട്ട് ശക്തമായിട്ട് പ്രതികരിക്കും. കമ്മ്യൂണിസ്റ്റുകാരെ കാരണം എന്താ, ജനങ്ങൾക്ക് ജീവിക്കാൻ വയ്യ ഒരു ഭാഗത്ത്, മറുഭാഗത്ത് വേറൊരു ശല്യമാണ്, അതിവിടെയും കൂടുതലാണെന്ന് തോന്നുന്നു അല്ലേ? പലയിടത്തുമൊക്കെ ഇവന്റെ ഒരു സൈഡ് ഗുണ്ടായിസം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ. കോളേജിൽ പോയാലോ ആ പിള്ളേരെല്ലാം പിടിച്ച അവസാനം SFIയുടെ കൂടെ കൊണ്ടുപോയിട്ട് സഹാക്കന്മാരുടെ മക്കളെ ലൗകികപ്പെടുത്തിയിട്ട് അങ്ങ് കൊണ്ടുപോയിരിക്കുക. എവിടെയാ സ്ഥിതി? എവിടെയാ കുട്ടികൾ? എവിടെയാ പഠിച്ചത്? SFIയുടെ കോളേജില്. അവിടെ ഒന്നുമില്ല, അവിടെ മറ്റു പാർട്ടിയില്ല, പ്രവർത്തിക്കാനും സമ്മതിക്കില്ല. അങ്ങനെ നാട്ടിൽ മുഴുവൻ അരാജകത്വം. ആരാ? CPM നടക്കാറ്. മറ്റൊന്നോ അതേ സ്വഭാവമുള്ള വർഗ സ്വഭാവമുള്ള മറ്റൊരു സംഗതി, ഇതാണ് പട്ടിശീലി. ഈ പഞ്ചായത്തിന്റെ തെരുവീതികളില് നായ്ക്കളെ പോലും തിളയ്ക്കാൻ ഈ ഭരണാധികാരിക്ക് കഴിഞ്ഞിട്ടില്ല. അതിനെ വന്യകളെ പിടിച്ച് വഴിയുടയ്ക്കാനെങ്കിലും തയ്യാറാവില്ലേ? ആ ഒരു പണിയെങ്കിലും ചെയ്യും സഹാക്കന്മാര്. അതിനും കഴിയുന്നില്ല. നിനക്കൊക്കെ പറ്റിയ പണി ഇനി അതാണ്. ഇനി രാഷ്ട്രീയമൊന്നും നിങ്ങൾക്ക് പറ്റില്ല. പട്ടിയെ അതിന്റെ നായയുടെ ശല്യം ഈ പഞ്ചായത്ത് മുഴുവൻ, ഇത് കേരളം മുഴുവൻ അനുഭവിക്കുന്നു. ഇതിനൊരു പദ്ധതിയില്ല. പക്ഷെ ഓൺ ഫണ്ട് ഉപയോഗിച്ച് പഞ്ചായത്തിന് ഇതിനെതിരായിട്ട് നടപടി സ്വീകരിക്കാൻ കഴിയും. സഹാക്കന്മാരിപ്പോ ധാരാളം ഉണ്ട്. ബംഗാളിൽ നിന്ന് ധാരാളം വന്നിട്ടുണ്ട്. അവിടുത്തെ ഏരിയ സെക്രട്ടറി, ലോക്കൽ കമ്മിറ്റിമാരൊക്കെ ഉണ്ട്. ഈ പഞ്ചായത്തിൽ ഒരു 5 ബംഗാളി സഹാക്കന്മാർക്ക് പട്ടി പിടിക്കൽ ജോലിയെങ്കിലും കൊടുക്ക്. ഇത് വരുമാനമായില്ലേ? സഹാവ് അവിടെ ജോലിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങോട്ട് വന്നത്. അവർക്കെപ്പോഴും ജോലിയാകും. അപ്പോ നായശല്യം കാരണം ഈ പഞ്ചായത്തിലെ കുഞ്ഞുങ്ങൾക്ക് പലരെയും കടിച്ചു കൊല്ലുന്നത്, പട്ടി കടിച്ചു കൊല്ലുന്ന ഒരു സംസ്ഥാനം ഇന്ത്യയിൽ എവിടെയെങ്കിലും ഉണ്ടോ? ഉടനെ പറയൂ. പട്ടി ആക്രമിച്ചു കൊല്ലുന്നു. 2 കൂട്ടര കേരളത്തിൽ ആക്രമിക്കുന്നത്. ആരാ? ഒന്ന് പട്ടി ആളുകളെ കൊല്ലുന്നു. അവിടെ കടപ്പുറത്ത് നായ കടിച്ചു കൊല്ലുന്നു. അങ്ങനെ ഒരു 10 സംഭവങ്ങളും കേരളത്തിൽ ഈ അടുത്ത കാലത്ത് ഉണ്ടായിട്ടുണ്ട്. മറ്റൊന്ന് സഹാക്കന്മാരും കൊല്ലുന്നു. അപ്പൊ ചോദിക്കാം, നിങ്ങളോ? ഞങ്ങളാരെയും കൊല്ലാൻ പോയതല്ല. ശക്തമായ ഒരു മതിലിലേക്ക് ചുടുകട്ട വന്ന് വിടുന്നാല് അത് ചിലപ്പോൾ തെറിച്ചു പോകും, ഉടഞ്ഞു പോകും. അതേപോലെ ഞങ്ങള് ജീവൻ രക്ഷിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട്, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, 382 വോട്ട് കിട്ടിയിരുന്ന ഭാരതീയ ജനതാ പാർട്ടി ഈ മീശ ചുരുട്ടിയിട്ട് വാരിക്കുമ്പവും കടാരിയുമായിട്ടൊക്കെ ഞങ്ങളുടെ നേരെ പാഞ്ഞു വന്ന സമയത്ത് നിങ്ങളുടെ ആ വരുതിയിലേക്ക് ഞങ്ങൾ വന്നിരുന്നു എങ്കിൽ എന്താ ഓച്ചാനിച്ച് നിന്റെയൊക്കെ മുന്നിൽ വന്ന് സാഷ്ടാംഗം നമസ്കരിക്കാൻ വേണ്ടി സഹാക്കന്മാരുടെ മുന്നില് ഞങ്ങൾ വന്ന് മുട്ടുമടക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ തയ്യാറായില്ല. ഞങ്ങൾ ഭാരത് മാതാക്ക് ജയ് വിളിച്ചുകൊണ്ട് ആ വൈജയന്തി പതാകയും ഉയർത്തിക്കൊണ്ട് ഞങ്ങൾ മുന്നോട്ട് പോയപ്പോഴാണ് ഈ കേരളത്തിൽ ഞങ്ങൾ ഇന്ന് വളർന്നുകൊണ്ടിരിക്കുന്നത്. ഞങ്ങൾ ഒന്നിന്റെയും നിങ്ങളുടെ മുഷ്കിന്റെ മുന്നില് ഞങ്ങൾ ഒരിക്കലും തളരില്ല, അടിപതരാതെ ഞങ്ങൾ മുന്നോട്ട് പോകും. കാരണം ഞങ്ങളാണ് ശരി എന്ന് ഇന്ത്യയിലെ ജനങ്ങൾ തീരുമാനിച്ചിരിക്കുകയാണ്. ഇവിടെ ഒരു ജനാധിപത്യം, ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, വിദ്യാഭ്യാസ സാർവത്രികമാണ്. അതിന് ഞങ്ങളെ സർക്കാർ ഇപ്പോ 10 ലക്ഷം രൂപ പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പോർട്ടൽ വഴി പൈസ ഇല്ലാത്തവരുടെ പാവപ്പെട്ടവരുടെ കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാൻ ബാങ്കിൽ നിന്ന് 10 ലക്ഷം രൂപ. പലിശയില്ല. നിങ്ങൾ പഠിച്ച നല്ല ഡോക്ടറാവുക, എഞ്ചിനീയറാവുക, വിദേശത്ത് പോയി നിങ്ങളുടെ കുട്ടികളെ പഠിപ്പിക്കുക, നല്ല നിലയിലെത്തുക, ഉന്നത വിദ്യാഭ്യാസം നേടട്ടെ. പ്രധാനമന്ത്രി വിദ്യാലക്ഷ്മി പദ്ധതി ഞങ്ങൾ കൊടുക്കുന്നു. കേരളത്തിലും ധാരാളം പേർക്ക് കിട്ടിയില്ലേ? പിന്നെയോ കേരളത്തിലൊരു വിദ്യാഭ്യാസ വകുപ്പ് അയാൾ പറഞ്ഞാൽ തോന്നുന്നല്ലോ, അത് പറയാതെ പോകുന്നത് ശരിയല്ലല്ലോ. ആളിനെ ഞാൻ ഓർമ്മപ്പെടുത്തണ്ടല്ലോ. നിങ്ങളുടെ എല്ലാം മനസ്സിൽ സഹാക്കന്മാർക്ക് ഒരു രംഗം ഓർമ്മ ഉള്ളത്. നിയമസഭയുടെ മുന്നില് അകത്ത്
അണ്ടർവെയർ വെളിയിൽ കാണിച്ച്, അല്ലെ, അതിന്റെ പറയുന്ന ഭാഷ അല്ലേ, നാടും പുറത്തെ ഭാഷ അല്ലേ, അതൊക്കെ കാണിച്ച് മുണ്ട് മടക്കി കുത്തി ഇങ്ങനെ ചാടുന്ന ഒരു ഗുണ്ടയുടെ രൂപം. എവിടുന്ന വിദ്യാഭ്യാസം LLB നേടിയത്? എവിടുന്ന? പാചകക്കാരിയുടെ ഓഫീസിൽ നിന്നോ അല്ല കോളേജിൽ നിന്നോ? അറിയാമല്ലോ, ടെമ്പറയിൽ നിന്നോ, സഹായിന്റെ അവിടെ പോയിട്ട് LLB എടുത്തു. എന്നിട്ടോ ഇപ്പൊ പറഞ്ഞു സുരേഷ് ഗോപിയെ എവിടെ കേട്ടില്ല? ഇപ്പൊ നടന്ന ഒരു സ്ഥലത്തുന്നു കലോത്സവം. സുരേഷ് ഗോപി വിളിക്കില്ല. അപ്പോഴാണ് നരേന്ദ്രമോദി മലയാളികൾക്ക് അഭിമാനമായിട്ട് ഈ വിദ്യാഭ്യാസവും സംസ്കാരവും ഇല്ലാതെ വെളിവില്ലാതെ സംസാരിക്കുന്ന വിദ്യാഭ്യാസ വകുപ്പ് ശരിയില്ല. ഇല്ല എന്നാർക്കെങ്കിലും പറയാൻ പറ്റുമോ? ഇന്നിപ്പോ പറഞ്ഞിരിക്കുന്നു 1500 അല്ല പറഞ്ഞില്ല അല്ലെ MA വിദ്യാർത്ഥികളുടെ പരീക്ഷാ ഫലം 1 വർഷമായിട്ട് കിട്ടിയില്ലായിരുന്നു. ഇന്നൊക്കെ പത്രത്തിൽ അല്ലെ പറഞ്ഞേ MA-ക്കാർ 1 വർഷമായി അവർക്ക് സെൻട്രൽ യൂണിവേഴ്സിറ്റിയിൽ PhD ചെയ്യുന്നതിന് കഴിയില്ല. PG വിദ്യാർത്ഥികളുടെ റിസൾട്ട് പോലും വയ്ക്കാൻ കഴിഞ്ഞിട്ടില്ല. സെനറ്റിൽ നടക്കുന്നത് നമുക്കറിയാം, സിൻഡിക്കേറ്റിൽ നടക്കുന്നത് അറിയാം. കലാലയങ്ങൾ മുഴുവൻ തന്നെ ചുവപ്പുവൽക്കരിച്ചു. സാധാരണക്കാരന്റെ കുട്ടികൾക്ക് കൃത്യമായിട്ട് അവിടെ പഠിക്കാൻ കഴിയില്ല. അവരാ പറയണത് എന്താ? സുരേഷ് ഗോപിയെ ഇങ്ങോട്ട് കേട്ടില്ല. അപ്പോഴാണ് മറ്റൊരു വാർത്ത ഡൽഹിയിൽ നിന്ന്. എന്താണ് ഇവർ പറഞ്ഞതിന്റെ പിറ്റേ ദിവസം നരേന്ദ്രമോദി തീരുമാനിച്ചു മലയാളികൾക്ക് മുഴുവൻ തന്നെ അഭിമാനമായിട്ട് കേരളത്തിന്റെ തന്നെ പ്രിയപുത്രനായിട്ടുള്ള കേരളത്തിലെ തെന്നിന്ത്യയിലെ മുഴുവൻ ജനങ്ങളും നെഞ്ചോട് ചേർത്ത് എന്താ സ്നേഹിക്കുന്ന സിനിമാ നടൻ എന്ന് പറയാം. അതിനേക്കാൾ വലിയ ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നത് വലിയൊരു ജനസേവകനും ചാരിറ്റി പ്രവർത്തകനുമായിട്ടുള്ള കേന്ദ്രമന്ത്രി സുരേഷ് ഗോപിയെ G7 നയിക്കാൻ, ഇന്ത്യയെ നയിക്കാൻ വേണ്ടിയിട്ട് നരേന്ദ്രമോദി തീരുമാനിച്ചത് മലയാളികൾക്ക് അഭിമാനമായിട്ടുള്ള സുരേഷ് ഗോപിയാണ്. പിന്നെയാണോ ഈ വെളിവില്ലാത്ത വിദ്യാഭ്യാസ മന്ത്രിയുടെ കൂടെ ഇരുന്ന് സ്റ്റേജിൽ സുരേഷ് ഗോപി ആരായിരിക്കാൻ? ഏതാ അഭിമാനം? G7 പോകുന്നതാണോ? വെളിവില്ലാതെ സംസാരിക്കുന്നതാണോ? ഒരു കേരളത്തിലെ ഒരു വിദ്യാഭ്യാസ വകുപ്പ് മന്ത്രി ഇങ്ങനെ സംസാരിക്കാം? കേന്ദ്രമന്ത്രിയെ വേദിയിൽ പങ്കെടുപ്പിക്കില്ല എന്ന് പറയുന്നത് മാന്യതയാണോ? ഞങ്ങൾ അങ്ങനെയാണോ ചെയ്തിട്ടുള്ളത്? ഇപ്പോ കേന്ദ്രത്തിന്റെ ഏത് പദ്ധതി വന്നാലും അവിടുത്തെ MLA ഉണ്ടാവും അല്ലെ, പ്രോട്ടോകോളില് ഇവിടുത്തെ മന്ത്രി ഉണ്ടാകും, MP ഉണ്ടാകും, പഞ്ചായത്ത് മുമ്പുള്ള പേര് വരെ കേന്ദ്ര സർക്കാരിന്റെ പ്രോട്ടോകോളിൽ ഉണ്ടാവും. ഇവിടെയോ എവരത് അംഗീകരിക്കുമോ? കേരളത്തിൽ നിന്നുള്ള മന്ത്രിയായിട്ടുള്ള ജോർജ് കുര്യനെ കേരളത്തിലെ പരിപാടികളിൽ പങ്കെടുപ്പിക്കുന്നുണ്ടോ? സുരേഷ് ഗോപി മന്ത്രിയെ പങ്കെടുപ്പിക്കുന്നുണ്ടോ? പങ്കെടുപ്പിക്കാതിരിക്കുന്നതിന്റെ ദോഷം BJPക്കല്ല. BJPക്ക് എന്താ? കേരളത്തിലെ ജനങ്ങൾക്ക് നല്ലത്. ഒരുമിച്ച് നിന്നാൽ വികസനം നടക്കും. അപ്പൊ പറയും കേന്ദ്രം തരണം, എല്ലാത്തിനും കേന്ദ്രം തരണമെന്നാ കൈയിട്ട് വരാൻ. ഇപ്പൊ കണ്ടില്ലേ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള ദേശീയപാത പണ്ടെങ്ങനെയായിരുന്നത്? കോടിക്കണക്കിന് രൂപ ചെലവഴിച്ചിട്ടില്ലേ കേന്ദ്ര സർക്കാർ ഇപ്പോൾ നടപ്പിലാക്കുന്നത്? മെട്രോ ട്രെയിൻ വരുന്നു, വന്ദേ ഭാരത് ട്രെയിൻ വന്നു, എന്നാലും പറയും മറ്റൊന്ന് പറയണമെന്നോ? സിൽവർ ലൈൻ ജനങ്ങളെ വിഭജിക്കാൻ. അതിനേക്കാൾ നല്ല സംഗതിയായി ഇപ്പോൾ കൊടുത്തിരിക്കുന്നത്. എന്നാലും പോരാ, ഈ കൈയിട്ട് വരണ്ടേ, കമ്മീഷൻ മേടിക്കണ്ടേ? പിന്നെ പറഞ്ഞു എന്താ പിടിഞ്ഞു തുറവോ ഞങ്ങളാ കൊണ്ടുവന്നത്? നരേന്ദ്രമോദി ഞങ്ങൾ ഇപ്പോഴും അടിവരയിട്ട് നിങ്ങളോട് പറയുകയാണ്, സഹാക്കന്മാരോട്, നിങ്ങൾക്ക് ഇതിലൊരു പങ്കാളിത്തമില്ല. കേന്ദ്രത്തിൽ BJP സർക്കാർ വന്നതുകൊണ്ട് മാത്രമാണ് അദാനി ഈ വിഴിഞ്ഞം പ്രോജക്റ്റ് ഏറ്റെടുക്കാൻ വേണ്ടിയിട്ട് തയ്യാറായത്. സംശയമുണ്ടോ? നിങ്ങൾ പറയല്ലേ അദാനിയുടെ ആൾക്കാർ ഞങ്ങളാണെന്ന്? 2015 അതിന്റെ തറക്കല്ലിടലുണ്ടായിരുന്നു കേട്ടോ. അവിടെയൊക്കെ ഇപ്പൊ പറയില്ലേ ഞങ്ങളാ കൊണ്ടുവന്നതെന്ന്. ഇത് ഈ ബോർഡ് അങ്ങനത്തെ ഇങ്ങോട്ടും വച്ചിട്ടുണ്ട്. ആരുടെ? പിണറായിയുടെ തല വച്ചിട്ടുണ്ട്. എന്നിട്ട് എന്താ പറഞ്ഞത്? വിഴിഞ്ഞം തുറമുഖം ഞങ്ങൾ യാഥാർത്ഥ്യമാക്കി. എവിടെ യാഥാർത്ഥ്യമാക്കി? 2015 അന്നത്തെ മന്ത്രിയായിരുന്ന നിതിൻ ഗഡ്കരിയാണ് തറക്കല്ലിടാൻ വേണ്ടിയിട്ട് വന്നത്. അന്ന്
ഇവിടെ പ്രതിപക്ഷത്താണ് CPM, കോൺഗ്രസ് ആണ് ഭരണത്തില്, ഉമ്മൻചാണ്ടിയാണ് മുഖ്യമന്ത്രി. ആ സമയത്താണ് അദാനി ഏറ്റെടുക്കുന്നത്. അന്ന് പറഞ്ഞു, ഞങ്ങൾ ഈ വിഴിഞ്ഞം തുറമുഖത്തിന്റെ തറക്കല്ലിടൽ ചടങ്ങ് ബഹിഷ്കരിക്കുന്നു, അദാനിയെ ഇവിടെ വിഴിഞ്ഞത്ത് കേരളത്തിൽ കാലുകുത്താൻ ഞങ്ങൾ സമ്മതിക്കില്ല. അല്ലെ? വിഴിഞ്ഞം തുറമുഖത്തിന് എതിരായിട്ട് നിന്നവരാണ് ഈ CPM. ആ പരിപാടി ബഹിഷ്കരിച്ചു. കുറച്ചു വർഷം കഴിഞ്ഞപ്പോൾ നമ്മൾ എന്താ കണ്ടത്? AKE സെന്ററിൽ ഇറങ്ങി വരുന്നു. ആരാ? കരുണാദാനി. ഞങ്ങൾ കുത്തകക്കെതിരാണ്, അദാനിക്കെതിരാണ്. പക്ഷേ കരുണാദാനിയെ കെട്ടിപ്പിടിക്കുന്നു. ആരാ? ഉമ്മ വച്ചില്ല എന്നുള്ളത്. ആരാ? പിണറായി. അത്ര സൗഹാർദ്ദമായിരുന്നു. അത് കുറച്ചു ദിവസം കഴിഞ്ഞപ്പോ നിങ്ങൾ ഒന്ന് പറയും, മറ്റൊന്ന് ചെയ്യും. ഇപ്പോഴെന്താ അവസ്ഥ? തുറമുഖത്തിന്റെ നിർമ്മാണം ഫസ്റ്റ് ഫേസ് കഴിഞ്ഞിട്ട് 1 മാസമായി. ഇതുവരെ ഫംഗ്ഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള പദ്ധതി അവർ ചെയ്തിട്ടില്ല. എന്താണെന്നറിയോ? ഒരു റോഡ് വേണം. എവിടെയാ? വിഴിഞ്ഞം മുതലോ നെടുമങ്ങാട്, മംഗലാപുരം, വീണ്ടും നെടുമങ്ങാടുന്നോ നാവായിക്കുളം വഴിയുള്ള വെഞ്ഞാറമൂട് വഴി നാവായിക്കുളം വരെയുള്ള 80 കിലോമീറ്റർ റിംഗ് റോഡ്. ഇത് നിർമ്മിക്കാൻ പണമില്ല. അപ്പൊ പറഞ്ഞു കേന്ദ്രം പറഞ്ഞു ഞങ്ങൾ തരാം. അപ്പൊ പറഞ്ഞു സർവീസ് റോഡ് ഞങ്ങൾക്ക് ചെയ്യാൻ പണമില്ല. അപ്പൊ പറഞ്ഞു നിങ്ങൾ GST ഒഴിവാക്കും, നമ്മൾ അത് ഞങ്ങൾ ചെയ്തു തരാം. വസ്തു എടുത്തു കൊടുക്കണ്ടേ? പൈസ ഇല്ല. അപ്പോ കേന്ദ്ര സർക്കാർ നബാർഡ് പറഞ്ഞു ഞങ്ങൾ നിങ്ങൾക്ക് വസ്തു കൊടുക്കാൻ വേണ്ടി 2700 കോടി രൂപ അനുവദിച്ചു. വാങ്ങണ്ടേ? അവിടെ ഒരു റോഡ് നിർമ്മിച്ച ബൈപ്പാസുമായിട്ട് നമ്മുടെ ഈ ബൈപ്പാസുമായിട്ട് കൂട്ടിയോജിപ്പിക്കണം. നടന്നിട്ടില്ല. ഇപ്പൊ പറയുന്നത് ഫെബ്രുവരിയിൽ പ്രധാനമന്ത്രി വന്ന് ഉദ്ഘാടനം ചെയ്യുമെന്ന്. ആരാ പറയുന്നത്? നിങ്ങളെല്ലാം ധരിച്ചിരിക്കുന്നത് ഉദ്ഘാടനം കഴിഞ്ഞൊന്നല്ലേ? അല്ലേ? ശരിയല്ലേ? പിണറായി വിജയൻ അവിടെ വന്ന് വലിയൊരു ആഘോഷം നടത്തിയിട്ട് ഒരിക്കൽ എന്താകുന്നത് ക്രെയിൻ കൊണ്ടുവന്നു. അതിനു മുമ്പ് അവിടെ കല്ല് കൊണ്ടുവന്നിട്ടുണ്ട്. അതിനു മുമ്പ് കമ്പി കൊണ്ടുവന്നു, സിമന്റ് കൊണ്ടുവന്നു, പോർട്ട് പ്രവർത്തിക്കാൻ വേണ്ടിയിട്ട് ക്രെയിനും കൊണ്ടുവന്നു. അവർ വാങ്ങിയതാ. അത് വെച്ചിട്ട് ഒരു ഉദ്ഘാടനം. അപ്പോൾ ജനങ്ങളെല്ലാം വിചാരിച്ചു തുറമുഖം പിണറായി വിജയൻ ഉദ്ഘാടനം ചെയ്തു. ഇപ്പോഴാണ് അറിയണത് ഇതെല്ലാം പ്രവർത്തിക്കണമെങ്കിൽ കേന്ദ്ര അനുമതി കൊടുക്കേണ്ടത്. കസ്റ്റംസ് വേണം. പോർട്ട് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞാൽ CISF വേണം. സഹായകന്മാരിപ്പോ പറഞ്ഞെന്തറിയോ? നമ്മുടെ വിഴിഞ്ഞം തുറമുഖത്ത് സെക്യൂരിറ്റി ഏജന്റ് വാങ്ങിച്ചു തരാമെന്ന്. അവിടെ സെക്യൂരിറ്റി കാര്യം വേണ്ട. CISF അവിടെ സെക്യൂരിറ്റി കേന്ദ്ര സേനയാണ്. അപ്പൊ ഫെബ്രുവരിയിൽ ഉദ്ഘാടനം നടത്തുമെന്ന് പറയുന്നു. എന്നിട്ടോ നിങ്ങളുടെ തൊട്ടടുത്തൊരു വലിയ വികസനമാണ് കേന്ദ്ര സർക്കാർ കൊണ്ടുവരുന്നത്. ടെക്നോസിറ്റി നിയോപോളിസ് പദ്ധതി പ്രകാരം കേന്ദ്ര സർക്കാർ 1000 കോടി രൂപയാണ് ഈ മംഗലാപുരം ടെക്നോസിറ്റി ടെക്നോ പാർക്കിന്റെ ഫോർത്ത് ഫേസ്. അതിൽ 1500 ഏക്കർ ഏറ്റെടുത്തുകൊണ്ട് അവിടെ വലിയ ഒരു ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു. IT സെക്ടറില് 2030 2 ലക്ഷം ആൾക്കാർക്ക് തൊഴിൽ കൊടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു പദ്ധതിയാണ് നിയോപോളിസ് പദ്ധതിയിൽ ഈ ടെക്നോസിറ്റിയെ ഉൾപ്പെടുത്തിയിട്ടുള്ളത് കേന്ദ്ര സർക്കാർ. 2 ലക്ഷം പേർക്ക് ഇപ്പോൾ ടെക്നോ പാർക്കില് 75,000 ആൾക്കാർക്കാണ് ഇവിടെ ജോലിയുള്ളത്. ഇവിടെ 2 ലക്ഷം പേർക്ക് നിങ്ങളുടെ തൊട്ടടുത്തുള്ള പഞ്ചായത്തിലാണ്. ഞാൻ പറഞ്ഞു വന്നത് എല്ലാ പേർക്കും തൊഴിൽ കൊടുക്കാനുള്ള പദ്ധതി ഇത് കേന്ദ്ര സർക്കാരിൻ്റെതാണ്. ഇതേപടി ഓരോ പദ്ധതികളും ഈ കേരള സർക്കാർ സംസ്ഥാന സർക്കാർ അട്ടിമറിക്കാൻ വേണ്ടിയിട്ട് തയ്യാറായിരിക്കുകയാണ്. ഈ പഞ്ചായത്ത് കേന്ദ്രാവിഷ്കൃത പദ്ധതികൾ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് തയ്യാറാകുന്നില്ല. ഇതിനെയെല്ലാം ജനങ്ങളുടെ മുന്നിൽ കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടിയിട്ട്, ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നതിലേക്ക് വേണ്ടിയിട്ട് ഈ കേവലം പഞ്ചായത്തിന്റെ ഭരണസമിതി നടത്തുന്ന ജനവിരുദ്ധ പദ്ധതികള്, ജനദ്രോഹ പദ്ധതികള് വെളിച്ചത്ത് കൊണ്ടുവരുന്നതിലേക്ക് വേണ്ടി, ജനങ്ങളുടെ ശക്തമായിട്ടുള്ള വികാരം പ്രകടിപ്പിക്കുന്നതിലേക്ക് വേണ്ടിയിട്ടാണ് ഭാരതീയ ജനതാ പാർട്ടി ഈ തരത്തിൽ ഒരു നിരാഹാര സത്യാഗ്രഹം പഞ്ചായത്ത് മെമ്പർമാരുടെയും പാർട്ടിയുടെ നേതാക്കന്മാരുടെയും നേതൃത്വത്തിൽ ഈ പഞ്ചായത്തിന്റെ മുന്നിൽ നടത്തിക്കൊണ്ടിരിക്കുന്നത്.
ഇത് നിങ്ങളൊരു സൂചനയായി കണ്ടുകൊണ്ട് ഇവിടെ ഇരിക്കുന്ന LDF-ന്റെ സഹാക്കന്മാരായിട്ടുള്ള ഉദ്യോഗസ്ഥന്മാരെ മാന്യമായിട്ട് ഇവിടുത്തെ ജനങ്ങളോട് ഇടപെടാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. നിങ്ങൾ രാഷ്ട്രീയം കളിക്കരുത്. നിങ്ങളോട് ഞങ്ങളൊരു ചരിത്രം പറയട്ടെ. ഒരു കാലഘട്ടത്തിൽ കുമ്മനം രാജശേഖരന്റെ തലയടിച്ചു പൊട്ടിച്ച പോലീസുകാരുണ്ട് 1984. പിന്നെ എന്താ സംഭവിച്ചത്? കുമ്മനം രാജശേഖരനെ സല്യൂട്ട് അടിക്കുന്ന പോലീസുകാരെ സൃഷ്ടിച്ച പാർട്ടിയാണ് ഭാരതീയ ജനതാ പാർട്ടി. നിങ്ങൾ കളിക്കരുത്. കഴിഞ്ഞ ദിവസം കണ്ടില്ലേ, സഹാക്കന്മാർ ഒന്ന് ചെവിയിൽ കൊള്ളിക്കോ, ഗവർണർ വന്നു. ആരാ? ആർലേക്കർ. ആരാ അറിയാമല്ലോ, ബീഹാർ ഗവർണറായിരുന്നു. ഇവിടെയുള്ള ആള് ബീഹാറിലോട്ട് പോയി. ഒരു മുസ്ലിമായിട്ടുള്ള ഗവർണറെ കേരളത്തിൽ നേരാവണ്ണം ഭരിക്കാൻ പോലും ഈ സംസ്ഥാന സർക്കാർ സമ്മതിച്ചില്ല. അമ്മായിയപ്പനും മരുമോനും കൂടെ ഉള്ള ബഹളം എല്ലാം ഉണ്ടാക്കി. അദ്ദേഹം 5 വർഷം കഴിഞ്ഞപ്പോൾ ഇവിടുന്ന് പോയി. അടുത്ത ആൾ വന്നപ്പോൾ ഫസ്റ്റ് ഭരണപരിഷ്കാരം അദ്ദേഹം എത്തിയില്ല. ആരാചാര്യ നല്ല സഖാവായിട്ടുള്ള ഒരു പോലീസ് ഉദ്യോഗസ്ഥന്റെ നേതൃത്വത്തില് അവിടെ ഉണ്ടായിരുന്ന മുഴുവൻ ജീവനക്കാരെയും മാറ്റി. അദ്ദേഹം വന്നപ്പോ നേരെ വിളിച്ചു ആളിനെ. ആരാ? RSSകാരൻ BJP-കാരെയൊക്കെ അടിക്കാൻ നല്ല വീരനാണ് മനോജ് എബ്രഹാം എന്ന് പറയുന്ന സഖാവ്. അടി എന്ന് പറഞ്ഞാൽ നന്നായിട്ട് അടിക്കാൻ അറിയാവുന്ന MG കോളേജിൽ കയറി അടിച്ചതായണോ നമ്മുടെ കുട്ടികളെയൊക്കെ ഈ നട്ടല് തകർത്തത്. അതേപോലെ തന്നെ ശബരിമലയില് നമ്മുടെ ആളുകളുടെ നട്ടല്, വിശ്വാസികളുടെ നട്ടലടിച്ചൊടിച്ചത് ഈ മനോജ് എബ്രഹാമിന്റെ നേതൃത്വത്തിലാണ്. അപ്പൊ അതേപടിയാ കയറി കളിച്ചത്. ആരുടെ നട്ടലില്ല? ആരുടെ പുറത്ത്? ആർലേക്കറുടെ. ആർലേക്കർ പറഞ്ഞു ഇവിടെ വരാൻ പറഞ്ഞു. അദ്ദേഹം വന്നു. ഇന്നലെ വിളിച്ചു മാറ്റി ആൾക്കാരെ കൊണ്ട് ഇവിടെ കൊണ്ടിരുത്താൻ പറഞ്ഞു. ഇത് ഞങ്ങള് CPM-ന് തന്ന ഈ കേരള ഗവർണറ് നട്ടലുള്ള ഗവർണറാണ് എന്നുള്ള അദ്ദേഹം പട്ടി കയറുന്നതിന് മുമ്പ് തന്നെ പിണറായി വിജയന്റെ പോലീസിനെയും ഭരണാധികാരികളെയും ബോധ്യപ്പെടുത്തിയ ആളാണ് എങ്കിൽ അടുത്ത സർവകലാശാലകളിലെ ചാൻസലർക്ക് എന്താണ് പദവിയുള്ളത് എന്ന് വ്യക്തമായിട്ട് ബോധ്യപ്പെടുത്താൻ കഴിയുന്ന നട്ടലുള്ള ഒരു ഗവർണറാണ് ഈ കേരളത്തിലെ ജനങ്ങൾക്ക് വേണ്ടി വന്നിട്ടുള്ളത്. ഇത് BJP-ക്ക് വേണ്ടിയിട്ടല്ല. ജനങ്ങളുടെ നിയമവും നീതിയും സംരക്ഷിക്കാൻ ബാധ്യതയുള്ള ഒരാളാണ് ഗവർണർ എന്ന് പറയുന്നത്. അത് ഭരണഘടനാധിഷ്ഠിതമായിട്ടുള്ള പദവിയാണ്. ഇവിടെ ഇപ്പൊ പണമില്ല, കേന്ദ്രം കൊടുത്താലേ ഉള്ളൂ. ഇത് വലിയ കാലം ഈ സർക്കാർ മുന്നോട്ട് പോകില്ല. ഇനി 1 വർഷമുണ്ട് എന്ന് പറയണോ. അതിനു മുമ്പ് വേണമെങ്കിൽ ഇത് ഗവർണർ ഭരണത്തിലോട്ട് പോവാം. ഞങ്ങൾ അപ്പോഴും ചിലപ്പോൾ തീരുമാനിക്കും ഈ പഞ്ചായത്തിന്റെ താരൊക്കെ ഇരിക്കണോ, അല്ലേ? ഞങ്ങൾ കാസർഗോഡ് പോകണോ? 1 വർഷം ഒരു ഗവർണർ ഭരണം കേരളത്തിൽ വന്നാല് ഇവിടെ NGO എന്ന അസോസിയേഷന്റെ യൂണിയനോ യവന്മാരൊക്കെ ഓട്ടം കാണണം. പിന്നെ NGO സംഘടന നേതാക്കന്മാരുടെ വീട്ടുപണിക്കല് യവന്മാര് വന്ന് കാവല് കിടക്കും. ഈ ചുവന്ന കൊടി പിടിച്ചുകൊണ്ടിരിക്കുന്ന ഉദ്യോഗസ്ഥന്മാര്. ശരിയല്ലേ? ആ ഒരു അവസ്ഥ വളരെ വിദൂരമൊന്നും അല്ല കേരളത്തില്. 1 വർഷം ഒരു ഗവർണർ ഭരണം ഉണ്ടായാൽ മതി. ഈ ഉദ്യോഗസ്ഥൻ ഞങ്ങളോടൊക്കെ ഇപ്പൊ കാണിക്കുന്ന ജനങ്ങളോടൊക്കെ ഇത് കാണിക്കുന്ന ഉദ്യോഗസ്ഥന്മാര് നിലയ്ക്ക് നിൽക്കും, ഒരു സംശയവും വേണ്ട. എന്നിട്ട് എന്താ പറയണത്? നിങ്ങൾ വർഗീയവാദി. ഞങ്ങൾ എന്തെങ്കിലും ഒരു ആനുകൂല്യം കൊടുക്കുമ്പോൾ ജാതിയോ ഭാവമാക്കിയിട്ടുണ്ടോ? നിങ്ങളല്ലേ ഇതൊക്കെ ചെയ്യുന്നത്? ഞാൻ കൂടുതൽ ദീർഘിപ്പിക്കുന്നില്ല. വർഗീയതയുടെ പേര് പറഞ്ഞുകൊണ്ട്, ഹിന്ദുത്വ വർഗീയത എന്നുള്ള വേലങ്കി ചാർത്തിക്കൊണ്ട് ഇനിയും അധികകാലം നിങ്ങൾക്ക് BJP-യെ നിങ്ങൾക്ക് ഇവിടെ പറഞ്ഞ് നശിപ്പിക്കാൻ കഴിയില്ല. ജനങ്ങൾ ഇന്ന് വിദ്യാഭ്യാസമുള്ള യുവതലമുറ ഇന്ന് ആഗ്രഹിക്കുന്നത് നരേന്ദ്രമോദിയുടെ പാർട്ടിയെ, അമിത്ഷായുടെ പാർട്ടിയെ, നദ്ദാജിയുടെ പാർട്ടിയെ, തേജസ്വി സൂര്യയുടെ പാർട്ടിയാ. ഞങ്ങളൊരു കുടുംബത്തിൽ നിന്ന് വരണ്ട. ഈ സഹാക്കന്മാരൊക്കെ നാണമില്ലേ? ഇവിടെ കമ്മ്യൂണിസ്റ്റ് കോൺഗ്രസിന്റെ എന്താ, അവിടെയോ ഒന്നാണ്. ഇല്ല, ശരിയില്ലേ? 2 ഒന്നാണ്. ഇവിടെ തങ്ങളിൽ അടികൂടും. ഡൽഹിയിൽ ചെന്ന ദോസ്താണ്. നിങ്ങളുടെ പ്രധാനമന്ത്രി ആരോ ഇന്നലെ അവരെ പറഞ്ഞു രാഹുൽ ഗാന്ധി എന്നാ CPM-മാർ പറഞ്ഞത്. എന്താ മുന്നണി? ഇന്ത്യ മുന്നണി. ഇപ്പൊ പറയണോ അതിനേക്കാൾ നല്ലത് മൂക്ക് കൊള്ളാൻ കവള് കൊള്ളാം. ആരാ പറയണത്? ഇന്ദിരാഗാന്ധിയെ പോലുണ്ടെന്നോ?
അതുകൊണ്ട് ഞങ്ങളുടെ പ്രധാനമന്ത്രി ഇപ്പോ പ്രിയങ്ക ഗാന്ധി ഇന്നലെ വരെ കുടുംബവാഴ്ചക്കെതിരെ സമരം ചെയ്ത് കേരളത്തിന്റെ തെരുവീതികളില് മനുഷ്യ ചങ്ങല പിടിച്ച മനുഷ്യ കോട്ട പിടിച്ച അല്ലെങ്കിൽ തെരുവീതികളില് കരുണാകരന്റെ പോലീസ് അല്ലെങ്കിൽ ഇന്ദിരാഗാന്ധിയുടെ പോലീസിന്റെ ക്രൂരമർദ്ദനമേറ്റ് ഇന്നും രക്തം ഛർദ്ദിച്ചുകൊണ്ടിരിക്കുന്ന ആയിരക്കണക്കിന് പാവപ്പെട്ട സഖാക്കന്മാര് മഞ്ചേശ്വരം മുതൽ ഇങ്ങ് പാറശാല വരെയുണ്ട്. അതേപോലെ രക്തസാക്ഷികളായിട്ടുള്ള സേവകന്മാരുണ്ട്. നിങ്ങൾക്ക് എങ്ങനെയാ ഈ പാർട്ടിക്ക് കോൺഗ്രസുമായിട്ട് സഖ്യം ചെയ്യാൻ കഴിയുന്നത്? നല്ല സഹാക്കന്മാരൊന്ന് ചിന്തിക്കണം. ഈ പഞ്ചായത്തിന്റെ ഭരണം നടത്തുന്ന സഹാക്കന്മാരൊന്ന് ചിന്തിക്കണം. നിങ്ങൾ എങ്ങോട്ടാണ് പോകുന്നത്? നിങ്ങൾ ജനങ്ങളോടൊപ്പം നിൽക്കാൻ തയ്യാറാവണം. BJP പറയുന്ന ഈ ജനകീയമായിട്ടുള്ള കാര്യങ്ങൾ, ജനക്ഷേമകരമായിട്ടുള്ള പദ്ധതികൾ ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാവണം. ഇനിയും നിരവധിയായിട്ടുള്ള ഞങ്ങളുടെ പദ്ധതികളുണ്ട്. പക്ഷേ ഈ ഒരു വേദിയിൽ അത് പറയേണ്ടതില്ലാത്തത് കൊണ്ട് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികള് ഈ ജനവിരുദ്ധ പദ്ധതികൾ നിർത്തിവെക്കണം. വീടുകൾ എല്ലാവർക്കും നൽകണം. ഇവിടെ വഴിവിളക്കുകൾ തെളിയിക്കാൻ വേണ്ടിയിട്ട് തയ്യാറാവണം. പഞ്ചായത്തിലെ ആശുപത്രികളുടെ സേവനം സാധാരണക്കാർക്ക് ലഭിക്കുന്ന രീതിയിൽ സുതാര്യമാക്കി മാറ്റാൻ വേണ്ടിയിട്ട് തയ്യാറാകണം. നായ്ക്കളുടെ ശല്യം ഇവിടുത്തെ ജനങ്ങൾക്ക് പൊറുതി മുട്ടിയിരിക്കുകയാ. ഇതിനെതിരായിട്ട് നിയമപരമായിട്ട് നടപടി സ്വീകരിക്കാൻ വേണ്ടിയിട്ട് ഈ പഞ്ചായത്തിന്റെ ഭരണാധികാരികൾ തയ്യാറാവണം. ഇതൊക്കെയല്ലേ ഇവിടുത്തെ ജനങ്ങളുടെ പ്രധാനപ്പെട്ട വിഷയങ്ങൾ. കുടിവെള്ള പദ്ധതി അത് കേന്ദ്ര സർക്കാരിന്റെയാണ്. ആ പദ്ധതി പൂർണ്ണമായിട്ടും ഈ പഞ്ചായത്തിൽ നടപ്പിലാക്കാൻ ഇതിന്റെ ഭരണാധികാരികൾ തയ്യാറാവണം. ഇതെല്ലാം ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഞങ്ങൾ ഇന്നിവിടെ ഈ ധർണ നടത്തുന്നത്, ഈ നിരാഹാര സത്യാഗ്രഹം നടത്തുന്നത്. ഈ നിരാഹാര സത്യാഗ്രഹത്തിൽ പങ്കെടുക്കുന്ന പാർട്ടിയുടെ മുഴുവൻ നേതാക്കന്മാർക്കും പ്രവർത്തകർക്കും ഭാരതീയ ജനതാ പാർട്ടി സംസ്ഥാന കൗൺസിൽ അംഗമെന്നുള്ള രീതിയിൽ 1000 അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നതിനോടൊപ്പം തന്നെ ഈ നിരാഹാര സത്യാഗ്രഹം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തുകൊണ്ട് എന്റെ വാക്കുകൾക്ക് വിരാമമിടുന്നു. നന്ദി, നമസ്കാരം, ജയ് ഭാരത്.